സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ ഖുർആൻ ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി 1-2 ക്ലാസുകൾ ഇപ്പോൾ കഴിഞ്ഞു. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആളുകൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഖുർആനിലെ റൂഹ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇതിന്റെ സംഘാടകരായ ആളുകൾ എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഖുർആനിലെ വളരെ വിശാലമായ ഒരു ആശയമാണ് ഈ വിഷയത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. റൂഹ് എന്ന പദം കേൾക്കുമ്പോൾ തന്നെ ഏതൊരു കുട്ടിക്കും അറിയാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ആ അർത്ഥമല്ല എന്ന് പറയുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടുകയും ചെയ്യും. റൂഹ് അതല്ലേ എന്ന് ചോദിക്കും. ഖുർആനിൽ അർറൂഹ് എന്നും റൂഹ് എന്നും റൂഹുൽ അമീൻ എന്നും റൂഹുൽ ഖുദ്സ് എന്നും ഇങ്ങനെ വിവിധ പേരുകളിൽ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പദം. അർറൂഹ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വെറും റൂഹൻ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, റൂഹ് എന്ന് മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റൂഹുൽ ഖുദ്സ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, റൂഹുൽ അമീൻ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ റൂഹ് എന്ന പദത്തെ ആസ്പദപ്പെടുത്തി നമ്മുടെ സമൂഹത്തിലേക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. റൂഹ് വരും, മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾ റൂഹ് വരും. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടതാണ്, മരിച്ചുപോയ ആളുകളുടെ റൂഹുകളൊക്കെ വരും, നെയ്യപ്പം വന്ന് തിന്നും. അങ്ങനെയൊക്കെയുള്ള കുട്ടിക്കാലത്ത് ഒരുപാട് കെട്ടുകഥകൾ കേട്ട് വളർന്നതാണ് ഞാനൊക്കെ. മരിച്ചുപോയ ആളുകളുടെ പ്രേത രൂപത്തിൽ അവരുടെ ആത്മാക്കൾ വരും എന്നൊക്കെ അങ്ങനത്തെ പല വിശ്വാസങ്ങളും ആ രൂപത്തിലും പ്രചരിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ വകുപ്പിൽ തന്നെ പല അന്ധവിശ്വാസങ്ങളുണ്ട്. പച്ചക്കിളികളുടെ രൂപത്തിൽ മരിച്ചുപോയ ശുഹദാക്കളായ ആളുകളുടെ ആത്മാക്കൾ ആകാശത്ത് സ്വർഗത്തിൽ ഇപ്പോൾ തന്നെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ ഹദീസുകളിലൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. മരിച്ചുപോയ ശുഹദാക്കളായ ആളുകളുടെ ആത്മാക്കൾ അത് പച്ചക്കിളികളുടെ രൂപം പൂണ്ടുകൊണ്ട് സ്വർഗത്തിൽ അല്ലാഹുവിന്റെ അർശിന് ചുറ്റും പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ ഉള്ള കഥകളൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട് ഒരുപാട് കാലത്തോളം. പക്ഷേ ഖുർആൻ പരിശോധിച്ചു നോക്കിയപ്പോഴാണ് ഖുർആനിൽ അർവാഹ് എന്നുള്ള പദം പോലും, അതായത് റൂഹ് എന്നുള്ള പദത്തിന്റെ ബഹുവചനമായ അർവാഹ് എന്ന പദം പോലും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല. ആത്മാക്കൾ എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഖുർആൻ പരിശോധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് അർവാഹ് എന്ന് പോലും ഉപയോഗിച്ചിട്ടില്ല, ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മരിച്ചുപോയ ആളുകളുടെ ആലമുൽ അർവാഹ്, അർവാഹുകളുടെ ലോകം എന്ന് പറയുന്ന ഒരു ലോകത്തെ കുറിച്ച് തന്നെ പിന്നെ നമുക്ക് ചിന്തിക്കേണ്ടതില്ല. കാരണം അർവാഹ് എന്ന പദം തന്നെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടില്ല. എന്നിരിക്കെ ഹദീസുകളിൽ പറയുന്ന ആലമുൽ അർവാഹ്, അർവാഹുകളുടെ ലോകം എന്ന ഒരു ലോകത്തെ കുറിച്ച് തന്നെ പിന്നെ നമുക്ക് സംസാരിക്കുകയോ ചിന്തിക്കുകയോ നമ്മൾ പറയുകയോ ചെയ്യേണ്ടതില്ല. ഖുർആൻ വിശ്വാസികൾക്ക്, അല്ലാത്തവർക്ക് വേണമെങ്കിൽ പറയാം. പാരമ്പര്യ വിശ്വാസികൾക്ക് വേണമെങ്കിൽ എന്ത് കെട്ടുകഥകളും പറയാം, എന്ത് കെട്ടുകഥകളും വിശ്വസിക്കുക. അത് നമ്മുടെ വിഷയമല്ല. അത് വിശ്വസിക്കുന്ന ആളുകൾ അത് വിശ്വസിച്ചോട്ടെ, അതിനെക്കുറിച്ച് തർക്കമില്ല. ഞാൻ സാധാരണ പറയാനുള്ളത്, പാരമ്പര്യമായിട്ട് ഒരുപാട് ലോകത്ത് അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. കെട്ടുകഥകളിൽ വിശ്വസിക്കുന്ന ഒരുപാട് വിശ്വാസികൾ ലോകത്തുണ്ട്. ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ കുറച്ച് വിശ്വാസികളായ ആളുകളും അത്തരം അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നു. അവർ വിശ്വസിക്കട്ടെ, അതൊന്നും നമ്മുടെ ചർച്ചാ വിഷയമല്ല. നമുക്ക് ഖുർആനിൽ ഈ വിഷയവുമായി എന്ത് പറയുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, അർവാഹ് എന്ന പദമില്ല, പിന്നെ എങ്ങനെ ആലമുള്ള അർവാഹ് ഉണ്ടാവുമെന്നാണ് നമ്മൾ ചോദിച്ചത്. എന്നാൽ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരു ആയത്താണ് ഞാൻ ഈ ക്ലാസിന്റെ ഈ തുടക്കത്തിൽ ഞാനിവിടെ ഓതി കേൾപ്പിച്ചത്. അതായത് ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യരുടെ മുഴുവൻ ആത്മാക്കളെ, എല്ലാ ആളുകളുടെയും അർവാഹുകളെ അല്ലാഹു ഉള്ളം കയ്യിലെടുത്തിട്ട് ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന എല്ലാ മനുഷ്യരുടെയും ആത്മാക്കളെ
എല്ലാ മനുഷ്യരുടെയും ആത്മാക്കളെ അള്ളാഹു എന്ത് ചെയ്തു? തന്റെ ഉള്ളം കൈയിലെടുത്ത്. 772 വചനാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരുവിധമില്ല മുഫസ്സിരീങ്ങളൊക്കെ എഴുതി വെച്ച ഒരു കഥയാണ്. ഈ കഥ ഈ ഖുർആനിക വചനവുമായി എത്ര കണ്ട് ശരിയാണ് എന്ന് പരിശോധിച്ചിട്ട് ഇതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതിൽ പറയുന്നത്, ഇന്ന് നിലവിലുള്ള കഥ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന, അതായത് ആദം തൊട്ട് ഇനി അവസാനത്തെ മനുഷ്യൻ ആരാണോ ജനിക്കുന്നത്, ആ ജനിക്കുന്ന മനുഷ്യൻ വരെയുള്ള എല്ലാ ആളുകളുടെയും ആത്മാക്കളെ അള്ളാഹു ഉള്ളം കയ്യിലെടുത്തിട്ട് ചോദിച്ചു അത്രേ, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ഈ ആത്മാക്കളൊക്കെ ഒരേ സ്വരത്തിൽ ഉത്തരം പറഞ്ഞു, അതെ നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞു എന്നാണ് കഥ. പക്ഷെ ഖുർആനിലൊരു വചനം കാലോ ബലാനുണ്ട്. പക്ഷെ അത് ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ഈ ആത്മാക്കളെ മുഴുവൻ ആദമിന്റെ മുതുകുകളിലേക്ക് അടിച്ചു കയറ്റി എന്നാ പറഞ്ഞു. ആദമിന്റെ മുതുകുകളിലേക്ക് ഈ ആത്മാക്കളെ മുഴുവൻ അടിച്ചു കയറ്റി. അവിടെ നമ്മൾ നിന്നൊരു കരാറ് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ അല്ലാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് നമ്മളെ കൊണ്ട് അവിടെ വെച്ച് അംഗീകരിപ്പിച്ചിട്ട് ഈ ആത്മാക്കളെ മുഴുവൻ ആദമിന്റെ മുതുകിലേക്ക് അള്ളാഹു കയറ്റുകയും അങ്ങനെ ആ ആദമിൽ നിന്നാണ് പിന്നീട് ഓരോ മനുഷ്യനും ആദമിന്റെ മുതുകിൽ നിന്നാണ് ജന്മം കൊള്ളുന്നത് എന്നുള്ള കെട്ടുകഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷെ നമ്മളാരും അവിടെ വെച്ച് കണ്ടതായിട്ട് നമുക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു കരാർ എടുത്തതിനെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല, നമുക്ക് പരിചയമില്ല, നമുക്ക് അറിയുന്നില്ല. അപ്പൊ അറിയാത്ത ലോകത്ത് അറിയാത്ത ഒരു കരാറെടുത്ത് ആ അറിയാത്ത കരാറെടുത്തതിന്റെ പേരിൽ നമ്മൾ അതിനെ ധിക്കരിച്ച് ജീവിച്ചാൽ നാം ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് തന്നെ യുക്തിക്ക് നിരക്കാത്തതാണ്. ഞാനോ നിങ്ങളോ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മളാരും അവിടെ വെച്ച് എന്റെ സഹോദരന്മാരെ നമ്മളായി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നിങ്ങളാരെയും അങ്ങനത്തെ ഒരു ലോകത്ത് വെച്ച് കണ്ടതായിട്ട് അങ്ങനെ ഒരു കരാറെടുത്തതിനെ കുറിച്ച് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് പരിചയമില്ല. നിങ്ങൾക്കാർക്കും പരിചയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവിടെ വെച്ച് എടുത്ത ഒരു കരാറിനെ കുറിച്ച്, അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്തെ കുറിച്ച് തന്നെ ഖുർആനിൽ എവിടെയും ചർച്ചയില്ല. അതായത് ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ഒരു ലോകത്തെ കുറിച്ച് തന്നെ ഖുർആനിൽ ചർച്ചയില്ലായിരിക്കെ. എന്നാൽ ഈ ആയത്തിൽ എന്താണ് അല്ലാഹു പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്നിട്ട് ഈ റൂഹ് എന്നുള്ള വിഷയത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് നമുക്ക് പോകാം. വൈദ് അഖദ റബ്ബുക, നിന്റെ രക്ഷിതാവ് എടുത്ത വേളയിൽ, മിൻ ബനി ആദമിന്റെ മക്കളിൽ, ഇവിടെ തന്നെ ഇവരുടെ വാദം ഒളിഞ്ഞുപോയി. ആദമിന്റെ മുതുകുകളിൽ നിന്നാണ് ഈ ആത്മാക്കളെ മുഴുവൻ അല്ലാഹു ഉള്ളം കൈയിലെടുത്തത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ആദമിന്റെ മുതുകിൽ നിന്നല്ല, ആദമിന്റെ മക്കളിൽ നിന്ന്, അതായത് മിൻ ളുഹൂരിഹിം, അവരുടെ പുറകുകളിൽ നിന്ന്, അവരുടെ പുറകിൽ നിന്ന് എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ ആദമിന്റെ മുതുകിൽ നിന്ന് എന്ന് പറയുന്ന ഹദീസിൽ, അതായത് പാരമ്പര്യ വിശ്വാസപ്രകാരമുള്ള ആ വാദം ഇവിടെ തന്നെ പൊളിഞ്ഞു. മറിച്ച് ആദമിന്റെ സന്തതികളിൽ നിന്ന്, അവരുടെ മുതുകുകളിൽ നിന്ന്, മുതുക എന്ന് പറഞ്ഞാൽ ളുഹൂറിന് അങ്ങനെ തന്നെ അർത്ഥം. ഇപ്പൊ പാരമ്പര്യ വ്യാഖ്യാനം ഞാൻ അവിടെ തന്നെ സമ്മതിക്കുകയാണ് ഇപ്പൊ തൽക്കാലത്തിന്. പക്ഷേ ലാഹറ എന്ന് പറയുന്ന അർത്ഥതലം വേറൊരു തലത്തിലേക്ക് പോകുന്നുണ്ട്, അതിപ്പോ ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പൊ പാരമ്പര്യവാദം എടുത്തുകൊണ്ട് തന്നെ ഈ വാക്കിന് അർത്ഥം, പാരമ്പര്യ വ്യാഖ്യാനം എടുത്തുകൊണ്ട് തന്നെ ഈ വാക്കിന് അർത്ഥം കൊടുത്താൽ തന്നെ ആദമിന്റെ മുതുകുകളിൽ നിന്ന് ലോകത്ത് സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യരുടെ മുഴുവൻ റൂഹുകളെ ആദമിന്റെ മുതുകിൽ നിന്ന് എടുത്തു എന്ന് പറയുന്ന ഈ വാദം തന്നെ ഖുർആനികമായ ഈ വചനം കൊണ്ട് തെറ്റാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം എന്താണ്? മിൻ ബനി ആദം മിൻ ളുഹൂരിഹിം, ആദം സന്തതികളിൽ നിന്ന്, അതായത് അവരുടെ മുതുകുകളിൽ നിന്ന്, ദുർരിയ്യത്തുഹും, അവരുടെ സന്താനങ്ങളെ എടുക്കുന്ന അല്ലാഹു നിന്റെ രക്ഷിതാവ് എടുത്ത വേളയിൽ, അവരെ അവരുടെ സമൂഹത്തിനെതിരിൽ അവരെ സാക്ഷിയാക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ഇവിടെ രണ്ടർത്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നിപ്പോ ഈ പാരമ്പര്യമായ ഈ വ്യാഖ്യാനം വിശദീകരിച്ചു. മറ്റേ ഒരു അർത്ഥമാണെങ്കിൽ ഒന്നുകൂടി ശരിയാവും. മൂന്നാമത്തെ അതിലും ഉന്നതമായ ഒരു അർത്ഥതലത്തിലേക്ക് പോകുന്ന ഒരായത്താണിത്. പക്ഷെ ആ അർത്ഥതലത്തിലേക്ക് ഇപ്പൊ നമ്മൾ പോകണ്ട. രണ്ടാമത് പറഞ്ഞ ഒരു അർത്ഥതലത്തിലെ നിന്നുകൊണ്ട് നമ്മൾ ഈ ആയത്തിനെ മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു ആലമുൽ അർവാഹോ അങ്ങനത്തെ ഒരു ലോകത്തെ കുറിച്ചോ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല.
ഇപ്പൊ ലോകത്തെ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യരുടെ മുഴുവൻ ആത്മാക്കളെ അള്ളാഹു കയ്യിലെടുത്തു എന്ന് പറയാൻ ആദമിന്റെ മുതുകുകളിൽ നിന്നല്ല എടുത്തത്, മറിച്ച് ആദമിന്റെ സന്തതി, ആദം സന്തതികളുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്തതികളെ എടുക്കുന്ന വേളയിൽ നിന്നാണ്. എന്നിട്ട് അവർക്കെതിരിൽ തന്നെ, ആ സമൂഹത്തിനെതിരിൽ തന്നെ അവര് സാക്ഷി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ഇത് രണ്ടാമതൊരു വ്യാഖ്യാനം പറഞ്ഞ മുഫസ്സിറുകളായ ആളുകൾ പറഞ്ഞത്, മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അത് രണ്ടാമത്തെ അർത്ഥം. ഒന്നാമത്തെ നമ്മൾ ഈ പറഞ്ഞ ഈ പാരമ്പര്യ വ്യാഖ്യാനം ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യരെ മുഴുവൻ, ഭൂമിയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും, ആ മനുഷ്യർ അടുത്ത തലമുറക്ക് ജന്മം നൽകുമ്പോൾ എങ്ങനെ ഈ വേളയിലൊക്കെ ഒരു പിതാവിന്റെ മുതുകിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിലേക്കും അവിടെ നിന്ന് ഈ മനുഷ്യൻ ഭൂമിയിലേക്കും, ആ മനുഷ്യൻ അവിടെ വളർന്ന് വലുതായി ഒരു പക്വതയും പ്രായവും എത്തുന്നത് വരെ ഈ കാലയളവിൽ എവിടെയെങ്കിലും നിന്റെ ഈ വളർച്ചയിലോ പുരോഗതിയിലോ ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള നിന്റെ വളർച്ചയിൽ എവിടെയെങ്കിലും നിന്റെ രക്ഷിതാവായിട്ട് ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന ഈ പ്രകൃതിയുടെ ചോദ്യമാണ്. ഇത് തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, അവൻ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് അറിയുന്ന ആളുകളും ഈ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. ഒരു കുട്ടി, ഇപ്പൊ നമ്മളെ കുറിച്ച് നമ്മളൊന്ന് സ്വയം ചിന്തിക്കുക. അമ്മയുടെ, പിതാവിന്റെ മുതുകിൽ നിന്ന് അമ്മയുടെ ഗർഭാശയത്തിലേക്ക് നമ്മൾ വന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മാതാപിതാക്കളുടെ കഴിവല്ല. അവർക്ക് അതിലൊരു സ്വാധീനവുമില്ല. അവിടുന്ന് ആ കുട്ടി ഒരു പ്രത്യേക ഘട്ടം വരെ മാതാവിന്റെ ഗർഭാശയത്തിൽ ജീവിക്കുന്നു. ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ ആ കുട്ടി പുറത്തേക്ക് വരുന്നു. ആ പുറത്തു വന്ന ശേഷം ആ കുട്ടിയുടെ ഒരു നിശ്ചിതമായ അവന് പക്വതയും പ്രായവും എത്തുന്നത് വരെയുള്ള അവന്റെ ഈ വളർച്ചയിൽ ഒന്നും തന്നെ അവന് പ്രത്യേകിച്ച് സ്വാധീനങ്ങളൊന്നുമില്ല. താൻ ഇന്നതായി തീരണം, ഇന്ന രൂപത്തിലാകണമെന്ന് ആ കുട്ടി ചിന്തിച്ചിട്ടില്ല. തന്റെ കുട്ടി ഇന്ന രൂപത്തിലായിരിക്കണം, ആ കുട്ടി ഇന്നതായിരിക്കണമെന്ന് പിതാവ് ചിന്തിച്ചിട്ടില്ല. അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ രൂപത്തിൽ കുട്ടി രൂപപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മൾ ഒരു റവത്തരിയോളം വരുന്ന ഒരു ആൽമരത്തിന്റെ വിത്ത് ഭൂമിയിലിടുമ്പോൾ ആ വിത്തിനുള്ളിൽ ഇത്രയും വലിയ ഒരു മരം ഒളിച്ചിരിക്കുന്നുണ്ട് എന്നും ആ മരത്തിന്റെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിൽ ഇന്നതൊക്കെ ആയിത്തീരുമെന്ന് ഇത് വിത്തിറക്കുന്ന ആൾ ഒരിക്കലും തന്നെ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒന്നും വളർച്ചയുടെ പിന്നിൽ നമുക്കാർക്കും തന്നെ ഒരു പങ്കുമില്ല. ഇതിന്റെ പിന്നിൽ നിങ്ങളല്ലാത്ത ഒരു രക്ഷിതാവില്ലേ എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഈ മനുഷ്യനോട്, ഓരോ മനുഷ്യരോടും ഓരോ തലമുറക്കും ജന്മം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സ്വയം ചിന്തിക്കുക. എനിക്ക് മക്കളുണ്ടാവുമ്പോൾ എന്റെ മക്കള്, ഞാനും എന്റെ ഭാര്യയുമായി ഒരുമിച്ച് കിടന്നു അല്ലെങ്കിൽ ജീവിച്ചു എന്നതല്ലാതെ എനിക്ക് ജന്മം കൊള്ളുന്ന കുട്ടിയെക്കുറിച്ചോ ആ കുട്ടി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചോ ആ കുട്ടിയുടെ അമ്മയുടെ ഗർഭാശയത്തിൽ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ സ്വാധീനം ചെലുത്താനോ ഒന്നും ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ വളർച്ചയുടെ ഘട്ടത്തിൽ ആ സമൂഹം ആ കുട്ടിയോട് അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ ചിന്തിക്കുകയും അടുത്ത തലമുറ ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന കുട്ടിയും ജനിപ്പിക്കുന്ന രക്ഷിതാവും അതാണ് അവർക്ക് എതിരിൽ തന്നെ സാക്ഷി നിർത്തുന്നത് എന്ന് പറഞ്ഞത്. ഇതൊരു രണ്ടാമത്തെ വ്യാഖ്യാനമാണ്. ഇതിന്റെ അപ്പുറത്ത് ഉയർന്ന ഒരു വ്യാഖ്യാനം കൂടി ഈ ആയത്തിനുണ്ട്. എങ്ങനെയായാലും ഈ പാരമ്പര്യമായ വ്യാഖ്യാനം ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. അതിന് ഖുർആനിന് കാര്യമായിട്ട് പിൻബലമൊന്നും അതിനില്ല. അപ്പൊ അതാണ് വാശ്വതവും. ആ തലത്തിൽ ഈ രണ്ടാമത് പറഞ്ഞ വ്യാഖ്യാനത്തിന് വേണമെങ്കിൽ ഒരു വിധമെങ്കിലും നമുക്ക് ഈ പദങ്ങളെ ഒപ്പിക്കാം, ഈ ആയത്തിലെ വാചകങ്ങളെ ഒരു വിധം ഒപ്പിച്ച് ശരിയാക്കാം. അതായത് പ്രപഞ്ചത്തിലെ ഓരോ തലമുറയും ജനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ തലമുറയും വീണുകൊണ്ടിരിക്കുമ്പോൾ, ആ ജനിക്കുമ്പോഴോ അവന്റെ ഈ വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ ഇതിന്റെ പിന്നിൽ ഒരു പ്രാപഞ്ചികമായ നിയമമുണ്ട്, ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതി അതാണ് റബ്ബ്. ആ പ്രാപഞ്ചികമായ ഒരു വ്യവസ്ഥിതി ഇവിടെ ഈ കുട്ടിയുടെ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലുമുണ്ട്. അതാണ് റബ്ബു. അതാണ് അലസ്തു ബി റബ്ബിക്കുന്ന ചോദിച്ചത്. ഞാൻ നിങ്ങളുടെ അള്ളാഹു അല്ലയോ എന്നല്ല ചോദിച്ചത്. വൈദ് അഖദ റബ്ബുക, റബ്ബാണ് കരാറെടുക്കുന്നത്. അപ്പൊ അതാണ് റുബൂബിയത്താണ്. ഈ പ്രകൃതിയുടെ ഒരു നിയമമുണ്ട് ഈ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും. ആ പ്രകൃതിദത്തമായ അതാണ് ദൈവികമായ ഒരു വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്നും തന്നെ ഈ ദൈവികമായ ഈ വ്യവസ്ഥിതി അല്ലാതെ ഇവന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും തന്നെ മറ്റൊരു ശക്തിക്ക് ഒരു സ്വാധീനവും ഇല്ലാതിരിക്കെ
പിന്നെ ഇവൻ വളർന്നു വലുതായതിനു ശേഷം ഈ ദൈവികമായ വ്യവസ്ഥിതിയോ മാർഗനിർദ്ദേശങ്ങളോ അല്ലാതെ വേറെ ഒരു രക്ഷിതാവിനെ നീ എങ്ങനെ അംഗീകരിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ അള്ളാഹു ചോദിക്കുന്നത്. നീ വളർന്നു വലുതാകുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഈ പ്രാപഞ്ചികമായ ദൈവികമായ ഒരു വ്യവസ്ഥിതി ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ വ്യവസ്ഥിതിക്കനുസരിച്ചാണ് പ്രകൃതിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും ജന്മം കൊള്ളുമ്പോഴൊക്കെ ആ വ്യവസ്ഥിതിക്കനുസരിച്ചിട്ടാണ് അവൻ ജന്മം കൊള്ളുന്നത്. ആ വ്യവസ്ഥിതിയെ വിട്ടുകൊണ്ട് പിന്നെ നീ എന്തിന് വേറൊരു വ്യവസ്ഥിതിയെയും വേറൊരു റബ്ബിനെയും അന്വേഷിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോ ഇവിടെ ഒരു ആലമുൽ അർവാഹുമില്ല, ഒരു അള്ളാഹു ആദമിന്റെ മുതുകുകളിൽ നിന്ന് റൂഹുകളെ കയ്യിലെടുക്കലുമില്ല, ആ കയ്യിലെടുത്തിട്ട് ആദമിന്റെ മുതുകുകളിലേക്ക് വീണ്ടും കയറ്റലുമില്ല. നമ്മളാരും അവിടെ വെച്ചൊരു കരാറ് കേട്ടതായിട്ട് നമുക്ക് എടുത്തതായിട്ട് അറിയില്ല, ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു കെട്ടുകഥയുടെ പ്രശ്നം ഇവിടെ ഇല്ല. അപ്പൊ ഈ ആയത്തിന് ഇവര് ഇതിന് യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് ഇവര് മാറ്റിമറിച്ചു. വൈദ് അഹദമിൻ ബനിയാദമിൻ ലൂരിഹി എന്ന് പറയുകയാണെങ്കിൽ ശരി, വൈദ് അഖദ റബ്ബുക മിൻ ആദമ എന്ന് പറയുകയാണെങ്കിൽ ആദമിൽ നിന്ന്, അതായത് മിൻ ദുഹൂരിഹി അയാളുടെ മുതുകിൽ നിന്ന്, ദുരിയത്തഹും അയാളുടെ സന്തതികൾ എടുക്കുമ്പോൾ അള്ളാഹു ഒരു കരാറിന് എടുത്തു എന്ന് പറഞ്ഞാൽ ആദമിന്റെ മുതുകിൽ നിന്ന് വെക്കാം. ഇത് മിൻ ബനി ആദമ എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ആദം സന്തതികളിൽ നിന്ന്, അതായത് അവരുടെ മുതുകുകളിൽ നിന്ന്, അതായത് അവരുടെ സന്തതികളെ എടുക്കുമ്പോൾ ഈ പ്രാപഞ്ചികമായ ഒരു വ്യവസ്ഥിതിക്കനുസരിച്ചിട്ടാണ് നിങ്ങളുടെയൊക്കെ ജന്മവും ഇവിടെ ഉടലിൽ നിങ്ങൾ വളർന്നു വലുതായതും നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നതും. അങ്ങനത്തെ നിങ്ങൾ പിന്നെ എന്തിനാണ് നിങ്ങൾ വളർന്നു വലുതായിട്ട് ഈ ദൈവികമായ കൽപ്പനയല്ലാതെ അവന്റെ വ്യവസ്ഥയല്ലാതെ മറ്റൊന്നാ നിങ്ങൾ അംഗീകരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഈ ചോദ്യമാണ് ഇവിടെ. ഇനി നമുക്ക് ഇതിന്റെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം, റൂഹ് എന്നുള്ള വിഷയത്തിലേക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരു ആയത്താണ് 772 വചനം. ഇതാണ് ഒരു അർവാഹുകളുടെ ലോകം സൃഷ്ടിക്കാൻ വേണ്ടി, ഒരു അർവാഹുകളുടെ ആത്മാക്കളുടെ ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ ഒരു ആയത്ത്. ഈ ആയത്തിൽ അർവാഹി എന്നുള്ള പദം പോലും ഇല്ല, അർവാഹി എന്ന പദമില്ല. ആദമിന്റെ മുതുകില്ല, ആദമിന്റെ മുതുകിൽ നിന്ന് അല്ലാഹു അർവാഹുകളെ എടുക്കുന്ന കഥയില്ല, അതില്ല എന്ന് പറയുന്നതോടുകൂടി തന്നെ അർവാഹി എന്ന പദവും ഖുർആനിലില്ല. അതോടുകൂടി തന്നെ ഈ അർത്ഥം പോയി. പിന്നെ എന്തേ ഖുർആനിലുള്ളൂ? റൂഹ് എന്നുള്ള ഒരൊറ്റ പദം. ഇപ്പൊ നോക്കും, മരണവേളയിൽ ഇപ്പൊ നമ്മളൊക്കെ ജനിക്കുമ്പോൾ അള്ളാഹു ഓരോരുത്തർക്കും ഓരോ റൂഹ് കൊടുക്കുന്നു പറയാറുണ്ട്. സാധാരണന്മാരൊക്കെ പറയാറുണ്ട് 4-ാം വയസ്സിൽ റൂഹ് ഊതുക, ജീവൻ ഊതുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു കഥയൊന്നും ഖുർആനിലില്ല. മരണവേളയിൽ ആത്മാക്കളെ എടുത്തു കൊണ്ടുപോകും അള്ളാഹു എന്നൊക്കെ പറയാറുണ്ട്. മരണവേളയിൽ അള്ളാഹു ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് അള്ളാഹു പറയുന്നു. നോക്കൂ, അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. എന്തേ അള്ളാഹു യതവഫൽ അർവാഹ ഹീന മൗതിഹാ എന്ന് പറഞ്ഞാൽ, അപ്പൊ ജനിക്കുമ്പോൾ അള്ളാഹു റൂഹുകളെ എടുക്കുന്നു എന്ന് ഖുർആനിലില്ല. മരിക്കുമ്പോൾ റൂഹുകളെ പിന്നെ അള്ളാഹു പിടിച്ചെടുക്കുന്നു എന്ന് ഖുർആനിലില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ കണ്ടിട്ടില്ല, അതാ പറയുന്നത്. ചിലപ്പോൾ ഞാൻ കാണാത്തത് ഉണ്ടായിക്കൂടാന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ജനിക്കുമ്പോൾ ആളുകൾക്ക് അള്ളാഹു അർവാഹുകളെ കൊടുക്കുന്നു എന്ന് ഖുർആനിൽ ഒരായത്ത്, അല്ലെങ്കിൽ മരണവേളയിൽ ആളുകളുടെ അർവാഹുകളെ അള്ളാഹു ഏറ്റെടുക്കുന്നു എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും. ഇപ്പൊ നോക്കൂ, ഒരായത്തിൽ നോക്കൂ, അള്ളാഹു 39-ാം അധ്യായം 42-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു യതവഫൽ അൻഫുസ, അൻഫുസിനെയാണ് അള്ളാഹു ഏറ്റെടുക്കുന്നത്. എപ്പോൾ? ഹീന മൗതിഹാ, മരണവേളയിൽ. നോക്കൂ, അവിടെ യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താണ്? അള്ളാഹു മരണവേളയിൽ അള്ളാഹു യതവഫൽ അർവാഹ എന്നല്ലേ പറയേണ്ടിയിരുന്നത്? ആത്മാക്കളെ, മനുഷ്യരുടെ ആത്മാക്കളെ അള്ളാഹു മരണവേളയിൽ പിടിച്ചെടുക്കുന്നു എന്നല്ലേ പറയേണ്ടിയിരുന്നത്? പക്ഷെ പറഞ്ഞില്ലല്ലോ. അതാണ് അള്ളാഹു അൻഫുസുകളെയാണ്. അൻഫുസ് എന്താണെന്ന് നമുക്ക് വിശദീകരിക്കേണ്ടത്. അത് അൻഫുസ് എന്നുള്ള ഒരു ടോപ്പിക് തന്നെ നമുക്ക് സംസാരിക്കാനുണ്ട്. ആ വിഷയം ആ സന്ദർഭത്തിൽ സംസാരിക്കാം. പക്ഷെ ഇവിടെ അർവാഹ്, റൂഹ് അർവാഹ് എന്നുള്ള പദമാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മരണവേളയിൽ അള്ളാഹു അൻഫുസാണ് പിടിച്ചെടുക്കുന്നത്. വല്ലത്തി ലം തമുത്ത് ഫീ മനാമിഹാ ഫയുംസികുല്ലദീ ഖളഅ അലൈഹിൽ മൗത്ത്. മരണം വിധിച്ച ആളുകളുടെ ആ അൻഫസുകളെ അള്ളാഹു അവിടെ പിടിച്ചു വെക്കുന്നു. വയുർസിലുൽ ഉഖ്റ ഇലാ അജലിൻ മുസമ്മ, പേര് വെക്കപ്പെട്ട ഏതെങ്കിലും ഒരു കാരണം ഉണ്ടാവുന്നത് വരെ മറ്റതിന് അല്ലെങ്കിൽ അവധി വരെ
മരണം വിധിക്കാത്ത അൻഫുസുകളെ അള്ളാഹു അയക്കുകയും ചെയ്യുന്നു. ഇന്ന ഫീ ദാലികൽ ആയാത്തിൽ ഖൗമി യതഫക്കറുൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്, തെളിവുകളുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ നോക്കൂ, അപ്പൊ ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞാൽ ആലമിന്റെ മുതുകുകളിൽ നിന്ന് റൂഹുകളെ എടുത്തു എന്ന അർവാഹില്ല, റൂഹ് പോലുമില്ല. ജനിക്കുന്ന വേളയിൽ മനുഷ്യന് റൂഹ് ഊതുന്നു എന്ന് ഖുർആനിൽ എവിടെയുമില്ല. മരണസമയത്ത് അള്ളാഹു മനുഷ്യരുടെ അർവാഹുകളെ, ആത്മാക്കളെ എടുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഖുർആനിൽ എവിടെയുമില്ല. പിന്നെ എന്താണ് ഈ റൂഹ് എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. അത് നമുക്ക് തുടർന്ന് വിശദീകരിക്കാം. പിന്നെന്താ ഇതൊന്നുമല്ല, പിന്നെന്താ റൂഹ്? ഞങ്ങളിപ്പോ അങ്ങനെയൊക്കെയാണല്ലോ മനസ്സിലാക്കി പോന്നിട്ടുള്ളത്. മനുഷ്യന് ജനിക്കുമ്പോൾ അവന് അള്ളാഹു ഊതുന്ന ഒരു റൂഹിനെ കുറിച്ച്, മരണവേളയിൽ അള്ളാഹു റൂഹിനെ ഏറ്റെടുക്കുക, പച്ചക്കിളികളുടെ രൂപത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റും ശുഹദാക്കളുടെ ആത്മാക്കളെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു അർവാഹുകളുടെ ലോകത്തെ കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ആദമിന്റെ മുതുകുകളിൽ നിന്ന് എടുത്ത റൂഹ് അർവാഹുകളെ കുറിച്ചാണ് ഞങ്ങൾ കഥയിൽ പഠിച്ചിട്ടുള്ളത്. ഖുർആനിൽ അങ്ങനെയൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ റൂഹ് എന്നുള്ളത്? പച്ചക്കിളികളുടെ രൂപത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റും അർവാഹ്. ഒന്നാമത് ഈ ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ രക്തസാക്ഷികൾ അല്ലാന്നാ. ഖുർആനിലെ ശുഹദാക്കൾ ആരാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ആരാണ് ഖുർആനിലെ ശുഹദാക്കൾ? ഇപ്പൊ സാധാരണ ശുഹദാക്കൾ എന്ന് കേട്ടാൽ നമുക്ക് ഉടനെ മനസ്സിൽ ഓർമ്മ വരിക രക്തസാക്ഷികൾ, ജീവിക്കുന്ന സാക്ഷികളാണ് ശുഹദാക്കൾ. ലിതകൂനു ശുഹദാ അലന്നാസി. അത് വേറൊരു വിഷയമായതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്നില്ല സഹോദരങ്ങൾ. അത് ഖുർആനിലെ ശുഹദാക്കൾ ആർ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതാണ്. ലിതകൂനു ശുഹദാ അലന്നാസി, നിങ്ങൾ ജനങ്ങളുടെ മേൽ സാക്ഷികളാകാൻ വേണ്ടിയിട്ട്. വയകൂനു റസൂലു അലൈക്കും ഷഹീദ, റസൂല് നിങ്ങൾക്ക് ഷഹീദാകാനും രക്തസാക്ഷിയാകാനല്ല. ജീവിക്കുന്ന പ്രവാചകൻ ഈ ആശയം അനുസരിച്ച് ജീവിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള ഒരു സാക്ഷിയാകാനാണ്, ഒരു തെളിവാകാനാണ്. അല്ലാതെ രക്തസാക്ഷി എന്നുള്ള അർത്ഥത്തിൽ ഖുർആനില് ശുഹദാ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല എന്നാണ് നമുക്ക് അതിന്റെ ചുരുക്കി പറയാനുള്ളത്. ഇനി ശുഹദാ എന്ന് വന്ന പദങ്ങളൊക്കെ വിശുദ്ധ ഖുർആനില് എന്തൊക്കെ അർത്ഥത്തിന് വന്നിട്ടുണ്ട്, ഷാഹിദ്, ശുഹദാവ് എന്നുള്ള, ഷഹീദ് എന്നുള്ള വാക്ക് എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മാത്രം നമുക്ക് സംസാരിക്കാം. ഇവിടെ നമ്മുടെ സംസാര വിഷയം റൂഹ്, അർവാഹ് എന്നുള്ള പദത്തെക്കുറിച്ച്. ഇനി അർറൂഹ് എന്താണ്? അർറൂഹ് എന്നും റൂഹ് എന്നും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആനികമായ സന്ദേശത്തെ കുറിച്ചാണ്, വഹിയു ഇലാഹി, ദൈവികമായ വഹീനെ കുറിച്ചാണ് ഈ അർറൂഹ് അല്ലെങ്കിൽ റൂഹ് എന്ന് ഒക്കെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതാണ് ആ പദത്തിന്റെ അർത്ഥം. ചേതന, ചൈതന്യം എന്നൊക്കെ പറയുന്നത് അതാണ്. അല്ലാതെ 4-ാം മാസത്തിൽ ആൾക്കാർക്ക് ജീവൻ കൊടുക്കുന്നതും മരിക്കുന്ന സമയത്ത് ആൾക്കാരെ റൂഹ് എടുക്കുന്നതും പച്ചക്കിളികളുടെ രൂപത്തിൽ അർശിന്റെ ചുറ്റും സഞ്ചരിക്കുന്ന അർവാഹുകൾ, അതൊന്നും ഖുർആനിന് പരിചയമില്ലാത്ത റൂഹാണ് അർവാഹ്. ഖുർആനിന് പരിചയമുള്ള ഒരു റൂഹുണ്ട്. അതെന്താണ്? അത് ദൈവികമായ വഹി, അവന്റെ സന്ദേശത്തിനാണ്, അവന്റെ വഹിയിനാണ് ഈ റൂഹ് എന്ന് പറയുന്നത്. 16-ാം അധ്യായം 2-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി, ദൈവികമായ കൽപ്പനകളുമായി അവൻ അവന്റെ ദൈവിക സന്ദേശത്തെ മാലാഖമാരുടെ കൂടെ അവൻ ഇറക്കുന്നു. അലാമയ്യശാവു, അവൻ ഉദ്ദേശിക്കുന്ന മിൻ ഇബാദിഹി, അവന്റെ ദാസന്മാരുടെ മേൽ. എന്നിട്ട് എന്താണ് പറയുന്നത് അവർക്ക് ഈ റൂഹ് കൊണ്ടുവന്ന് കൊടുത്തിട്ട്? അൻഅൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ, ഞാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ല എന്ന് എന്നെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലം, അന്തിമ ഫലം നല്ലതായി തീരാൻ വേണ്ടി നിങ്ങൾ എന്നെ സൂക്ഷിക്കുക, അതായത് എന്റെ വ്യവസ്ഥിതിയെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. അള്ളാഹു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ല. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന്. അള്ളാഹുവിനെ നമ്മൾ ഇവിടുന്ന് കാശ് കൊടുത്ത് സഹായിക്കൊന്നും വേണ്ട, അവന്റെ വ്യവസ്ഥിതിയെ സഹായിക്കലാണ്. അക്രിലുല്ലാഹ കർലൻ ഹസനൻ, അള്ളാഹ്ക്ക് കടം കൊടുക്കുക. അത് നമ്മൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കേണ്ട വിഷയം. അപ്പൊ ഞാനിവിടെ പറയുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അന്തിമ ഫലം നന്നായി തീരാൻ വേണ്ടി ദൈവികമായ ഈ വ്യവസ്ഥിതിയെ നിങ്ങൾ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ ഭയപ്പെടരുത് എന്നുള്ള താക്കീത് നൽകിക്കൊണ്ട്, മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ ദാസന്മാരുടെ മേൽ ഈ റൂഹിനെ മാലാഖമാരുടെ കൂടെ ഇറക്കി കൊടുക്കുന്നു, അവതരിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടുത്തെ മാലാഖമാരൊക്കെ വിശദീകരിക്കേണ്ടതാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ വിശദീകരിക്കും. അപ്പൊ ഇവിടെ അർറൂഹ് എന്നുള്ള വിഷയമാണ്. ഇവിടെ ദൈവികമായ വഹിയാണ് അവിടെ ഇറക്കി കൊടുക്കുന്നത്. അല്ലാതെ
ഇവിടെ അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്കിടെ മേൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടിമകളുണ്ട്. ആ അടിമകൾക്ക് ഈ ദൈവികം പ്രവാചകത്വത്തോടൊപ്പം ഈ മാലാഖമാരും ഈ റൂഹും ഭൂമിയിലിറങ്ങി ഈ ആശയത്തെ അവിടെ അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ ഭൂമിയിലൂടെ നടക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്താണ്? എന്നിട്ട് അവർ ജനങ്ങളോട്, ലോകത്തോട് മുന്നറിയിപ്പ് കൊടുക്കാൻ, ഇതാണ്. ഇവിടെ ഗർഭസ്ഥ ശിശുവിന് ജീവനാകുന്ന റൂഹുമായി വരുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. എവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ? ഗർഭസ്ഥ ശിശുവിന് ഞാനൊരു റൂഹ് ഇട്ട് കൊടുക്കുന്നു എന്ന് ഖുർആനിൽ എവിടെ പറഞ്ഞിരിക്കണത്? അല്ലെങ്കിൽ മരണവേളയിൽ മനുഷ്യരുടെ റൂഹുകളെ ഞാൻ പിടിച്ചെടുത്തു കൊണ്ടുപോകുന്നു എന്ന, ഈ ആത്മാക്കളെ ഞാൻ പിടിച്ചെടുത്തു കൊണ്ടുപോകുന്നു എന്ന അർത്ഥത്തിൽ ഖുർആനിൽ എവിടെ പറഞ്ഞിട്ടുള്ളത്? ഇതെന്താ ഇവർ ഈ പറയുന്ന, ഈ നമ്മുടെ ഈ പാരമ്പര്യമായി പറയുന്ന ഈ വിശ്വാസങ്ങളും ഈ ആചാരങ്ങളും എന്താ അള്ളാഹുവിനതൊന്നും അറിയുന്നില്ലേ? അള്ളാഹുവിനതൊന്നും അറിയാതെ അള്ളാഹു മൊത്തത്തിൽ പറഞ്ഞു പോയതുപോലെ ഉണ്ട് ഇവരുടെ പറച്ചിൽ കേട്ട. അള്ളാഹു യതവഫൽ അൻഫുസ എന്ന് പറയുന്നിടത്ത് അള്ളാഹു യതവഫൽ അർവാഹ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന അർത്ഥം കിട്ടും. എന്തിനാണ് ഈ അള്ളാഹു ഈ പദം മാറ്റിയിട്ട് പറയുന്നത്? അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ അള്ളാഹു അവന്റെ വഹി മലക്കുകളുടെ കൂടെ, മലക്കുകളെയും ദൈവികമായ വഹിയും ഇറക്കി കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഈ 16-ാം അധ്യായം 2-ാം വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ആശയങ്ങളിൽ നിന്നും കൽപ്പനകളിൽ നിന്നും അകന്ന് ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ അവർ ജീവിക്കുകയല്ല. യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത് അവന്റെ ആശയത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവനാകുന്നത്. അതാണ് ജീവിക്കൽ. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവും അവന്റെ ദൂതനും നിങ്ങളെ ക്ഷണിച്ചാൽ, ലിമാ യുഹീക്കും, നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒന്നിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇസ്തജീബു, നിങ്ങൾ അതിന് ആ കോളുകൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യണം, ഉത്തരം കൊടുക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുവരെ സഹാബികളൊക്കെ മരിച്ചു കിടക്കുക എന്നുള്ള അർത്ഥത്തിനല്ല, മരിച്ചു കിടക്കുക എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് നിർജീവമായ ജനതയിലേക്ക് ദൈവികമായ ആശയത്തിൽ നിന്ന് ജീവനറ്റ് കിടക്കുന്ന മനുഷ്യർക്ക് ദൈവികമായ ആശയം വഹീലായി ആകുന്ന ആ ആശയവുമായി പ്രവാചകന്മാരിലൂടെ പ്രവാചകന്മാർക്ക് ഇറക്കിക്കൊടുത്തിരുന്ന ആ റൂഹാണ് അത് എന്നാണ് അള്ളാഹു പറയുന്നത്. മരിച്ചവരും തമസിൽ കഴിയുന്നവരുമാണ് യഥാർത്ഥത്തിൽ. അള്ളാഹു മരിച്ചതെന്ന് പറഞ്ഞാൽ അവന്റെ ആശയത്തിൽ നിന്ന് മരിക്കുകയും ഇരുട്ടിൽ കഴിയുകയും, അല്ലാതെ ജനിച്ചത് കൊണ്ട് മാത്രം ഒരാൾ ജീവിക്കുന്നവനോ ഗുണമുള്ളവനോ ആകണമെന്നില്ല. ഇങ്ങനെ തമസിൽ ഇരുട്ടിൽ കഴിയുകയും അള്ളാഹുവിന്റെ ആശയത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ആണ് അള്ളാഹു ഈ റൂഹിനെ ഇറക്കിക്കൊടുത്തിരുന്നത് എന്നാണ് സൂറത്തുൽ ഖദറിൽ അള്ളാഹു പറയുന്നുണ്ട്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. എല്ലാ കൽപ്പനകളിൽ നിന്നും അവ നടപ്പാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മാലാഖമാരും അർറൂഹും ആ ദിനത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ അതുവരെ മരിച്ചുപോയ ആളുകളുടെ മുഴുവൻ ആത്മാക്കള് ആ കാലഘട്ടത്തിൽ മലക്കുകളുമായിട്ട് ഇറങ്ങുകയായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് അവിടെ അർറൂഹ് എന്ന് ഇവര് ജിബ്രീൽ എന്ന് പറയാറുണ്ട്. തനസ്സലുൽ മലായികത്തു അർറൂഹ്, അതൊരു തെറ്റായ വ്യാഖ്യാനാണ്. നീ ജിബ്രീലിന് അങ്ങനെ റൂഹ് എന്ന പദം ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം, എന്റെ വ്യക്തമായ അഭിപ്രായം. നീ ഉണ്ട് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ തന്നെ അത് അർറൂഹുൽ അമീൻ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് സമ്മതിക്കാം. ഒരു ചെറിയ സാധ്യതയാണ് അവിടെ തന്നെ, അതല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. വെറും അർറൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീലല്ല, അതെന്തായാലും തീർച്ചയായും അല്ല. വെറും അർറൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീലല്ല. ഇവിടെ അറേബ്യയിലെ ജനങ്ങൾ ഈ ആശയത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയായിരുന്നു. അവർ തമസിൽ കഴിയായിരുന്നു. അവർ മരിച്ചതിന് തുല്യമായിരുന്നു. ആ മരിച്ചതിന് തുല്യമായ ആ ജനതയിലേക്ക് ദൈവികമായ ആശയവുമായി മാലാഖമാർ അവതരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ റൂഹുമായിട്ട്. ഈ തനസ്സലു എന്ന് പറയുന്നതിന്റെ ഈ ക്രിയയുടെ കർത്താവാണ് മലായികത്തും റൂഹും എന്നുള്ളത്. ഇത് രണ്ടും ഈ തനസ്സലു എന്ന് പറയുന്ന ക്രിയയുടെ കർത്താക്കളാണ്. അൽ മലായികത്തു എന്നുള്ളതും അർറൂഹ് എന്നുള്ളതും ഈ രണ്ട് പദത്തിന്റെയും, ഈ തനസ്സലു എന്ന് പറയുന്ന ക്രിയയുടെ രണ്ട് കർത്താക്കളാണ്. പക്ഷെ ഇന്ന് ചില ആളുകൾ പറയുന്നുണ്ട് ഇന്ന് ലൈലത്തുൽ ഖദർ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട്, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദർ ഇറങ്ങുമെന്ന് പറയുന്നത്.
ഞാൻ പറഞ്ഞു ഈ ആയത്ത് ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് മലക്കും ഇറങ്ങണം, അറൂഹ് എന്ന് പറഞ്ഞാൽ ഖുർആനും ഇറങ്ങണം. രണ്ടും ഇറങ്ങുകയാണെങ്കിൽ ഇന്ന് വേണമെങ്കിൽ അവതരിപ്പിക്കുന്നു പറഞ്ഞോളി, അതിനോട് നമുക്ക് യോജിപ്പാണ്. കാരണം ആ പ്രവാചകൻ വരുമ്പോൾ ആ അറേബ്യയിലെ ജനതയിൽ അവർ എത്രമാത്രം ഇരുട്ടുണ്ടായിരുന്നോ അതിന് സമാനമായ ഇരുട്ടാണ് ഇന്ന് ലോകത്ത് ഈ മുസ്ലിം ഉള്ളത്. ആ സന്ദർഭത്തിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ ഒരു അവതരണവും മലക്കുകളുടെ ഒരു അവതരണവും ഇവിടെ അത്യാവശ്യമാണ് എന്ന തലത്തിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ശരിയാണ്. ഇപ്പൊ എന്താണ് തനസ്സലുൽ മലായികത്തു വറൂഹ് എന്നുള്ളിടത്ത് മലക്കുകൾ മാത്രം ഇറങ്ങുന്നപ്പ പറയുന്നത്, റൂഹ് ഇനിയിപ്പോ ഇറങ്ങൂലെന്ന് പറയുമ്പോ ഈ തനസ്സലു എന്ന് പറയുന്ന രണ്ട് കർത്താക്കളാണ് എന്ത്, മലായികത്തും റൂഹും എന്നുള്ളത്. അത് ഞാൻ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വിവരമില്ല എന്നുള്ള രൂപത്തിലൊക്കെ അവർ പറയാറുണ്ട്. ലൈലത്തുൽ ഖദർ ഇന്ന് ഇറങ്ങൂല എന്ന് പറയുന്ന ആളുകൾ വിഡ്ഢികളാണ്, ഒരു വിവരമില്ല. അവർക്ക് തനസ്സലു എന്ന് പറയുന്ന ഫെയില് മുലാരിയായ ഫെയിലാണെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു വിടലുണ്ട് ചിലവർ. അത് അറിയോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. അള്ളാഹു 42-ാം അധ്യായത്തിൽ 52-ാം വചനത്തിൽ വമാ കാന ലി ബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹിയ, വഹി മുഖേനയല്ലാതെ ഒരു മനുഷ്യനോടും അള്ളാഹു സംസാരിക്കുകയില്ല. ഔ മിൻ വറായി ഹിജാബിൻ, അല്ലെങ്കിൽ ഒരു ഇരുട്ടിന്റെ പിന്നിൽ നിന്നല്ലാതെ, ഒരു മറക്ക് പിന്നിൽ നിന്നല്ലാതെ. അതൊക്കെ വിശദീകരിക്കേണ്ട ആയത്താണ്. അതൊക്കെ വിശദീകരിച്ച നമ്മുടെ ഈ വിഷയം തെറ്റിപ്പോകും. അതുകൊണ്ട് അവിടേക്ക് പോകുന്നു. എന്താണ് ആ ഹിജാബ് എന്നുള്ളതൊക്കെ. എന്നൊക്കെ ഇപ്പൊ മൂസാ നബി അള്ളാഹുമായിട്ട് മറക്ക് പിന്നിൽ നിന്ന് സംസാരിച്ചു എന്ന രൂപത്തിലൊക്കെയാണ് ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. അതൊക്കെ പോട്ടെ, നമ്മൾ സംസാരിക്കുന്നില്ല. ഔ യുർസില റസൂലൻ ഫയൂഹി ബിഇദ്നിഹി, അല്ലെങ്കിൽ ഒരു ദൂതനെ വിട്ടിട്ട് ആ ദൂതനിലേക്ക് വഹി കൊടുത്തിട്ട് ആ ദൂതൻ മുഖേന ജനങ്ങളോട് സംസാരിക്കുക. ഈ 3 രൂപത്തിലല്ലാതെ അള്ളാഹു മനുഷ്യരോട് സംസാരിക്കുകയില്ല എന്ന് അള്ളാഹു 42-52 അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറഞ്ഞു വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ ഇൻദിനാ, അപ്രകാരമാണ് ഞാൻ എന്നിൽ നിന്നുള്ള റൂഹിനെ നിനക്ക് ഞാൻ വഹിയായിട്ട് നൽകിയത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു. വകദാലിക, അപ്രകാരം ഔഹൈനാ ഇലൈക, നിനക്ക് ഞാൻ വഹി നൽകിയിരിക്കുന്നു റൂഹം മിൻ ഇൻദിനാ, എന്റെ അടുത്ത് നിന്നുള്ള ഒരു റൂഹിനെയാണ് നിനക്ക് ഞാൻ പ്രവാചക വഹി നൽകിയിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ തുടർന്നുള്ള വചനങ്ങളിൽ പറയുന്നു. അതാണ്, ആ വഹിയാണ് ദൈവികമായ വഹി എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി തനസ്സലുൽ മലായികത്ത്, അതും കൂടി ഈ വിഷയവുമായി ഒന്ന് ചെറിയ സൂചന നൽകാതെ പോയാൽ ശരിയാവൂല. കാരണം ഈ തനസ്സലു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കൂലിയും കാത്തിരിക്കുന്ന നമ്മുടെ മുസ്ലിം സമൂഹമുണ്ട്. ഇപ്പോഴും മലക്ക് മാത്രമേ ഇറങ്ങുള്ളൂ, റൂഹ് ഇറങ്ങുന്നവർ പറയില്ല. സുന്നികൾ പറയാറുണ്ട് മരിച്ചുപോയ ആൾക്കാരുടെ റൂഹ് ഇറങ്ങുന്നു, അതുപോലെ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ ഇവര് പറയുന്ന ഖുർആൻ അർറൂഹ് എന്നുള്ള ഖുർആൻ അല്ലെങ്കിൽ ജിബ്രീൽ എന്നുള്ള അർത്ഥം ഖുർആൻ അതുകൊണ്ട് കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ജിബ്രീൽ എന്ന് സാധ്യത വേണമെങ്കിൽ റൂഹുൽ അമീൻ എന്ന് പറയണം. അത് തന്നെ അതല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഈ തനസ്സലു എന്നുള്ള ഒരു വിഷയം കൂടി ഒന്ന് ചെറുതായിട്ട് വിശദീകരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഈ പ്രസ്തുത വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. പ്രസന്റായിട്ട് അതായത് മുലാരി എന്നാണ്. അത് മുലാരി രണ്ടിനും പറ്റും, മുസ്തഖ്ബിൽ ഹാദിർ രണ്ടും പറ്റും. അതാണ് മുലാരി. അറബിയിൽ മുലാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസിനും ഫ്യൂച്ചർ, ഭാവിയിൽ വരാനിരിക്കുന്ന രണ്ടിനും കൂടി ഒറ്റപ്പതാണ് അറബിയിൽ മുലാരി എന്നുള്ളത്. അപ്പൊ ഹാദിറിനും മുസ്തഖ്ബിലിനും കൂടി പറ്റുന്ന ഒരു ക്രിയയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയും. നമ്മളെയൊക്കെ കളിയാക്കിക്കൊണ്ട് ചില ആളുകൾ പറയാണ്ട് ഈ തനസ്സലു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇറങ്ങുന്നു എന്നാണ്, അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങണില്ല എന്ന് പറയുന്ന ആളുകൾക്ക് യാതൊരു വിവരമില്ല, അന്തമല്ല, പൊട്ടന്മാരാണ് എന്ന രൂപത്തിലൊക്കെ സംസാരിക്കണം. ഇങ്ങനെ പറയുന്ന ആളുകളെ വമ്പിച്ച വിവരമുള്ള ആളുകളല്ലാന്നൊന്നും നമുക്ക് അഭിപ്രായമല്ല. പക്ഷേ ഈ പറയുന്ന ആളുകളെ വിഡ്ഢികളാക്കാഞ്ഞാൽ മതി എന്ന് നമുക്ക് അഭിപ്രായമുള്ളൂ. ഖുർആനിൽ അങ്ങനെ നടന്ന ഒരുപാട് കാര്യങ്ങളെ പിന്നെ സംഭവിച്ച കാര്യങ്ങളെ സംഭവിക്കാൻ പോകുന്ന രൂപത്തിലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംഭവിച്ച രൂപത്തിലും വിശദീകരിക്കുന്നുണ്ട് ഇവരുടെ വ്യാഖ്യാന പ്രകാരം. അവിടേക്ക് വ്യക്തമായ അഭിപ്രായങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ സൂറത്തുൽ ബഖറ ഇങ്ങനെ ഓതിപ്പോരുകയാണെങ്കിൽ കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ. ഇതൊക്കെ പാസ്റ്റ് ടെൻസ്, ഒക്കെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് നീ സുവിശേഷം അറിയിക്കുക, സന്തോഷ വാർത്ത അറിയിക്കുക. എന്ത്? അന്നലഹും ജന്നാത്തും തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു. എന്നിട്ട് അള്ളാഹു പറയാണ് അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു പോരുമ്പോ കുല്ലമാ റുസിഖു, അവർക്ക് നൽകപ്പെട്ടപ്പോഴൊക്കെ
കുല്ലമാ റുസിഖു നൽകപ്പെട്ടപ്പോഴൊക്കെ മിൻ സമറത്തിന് ഓരോ ഫ്രൂട്ട് പ്രവർത്തനങ്ങൾക്ക് ഓരോ ഫലങ്ങൾ നൽകപ്പെട്ടപ്പോഴും കാലു അവര് പറഞ്ഞു ഹാദല്ലദീ റുസിഖിന ഇതാണല്ലോ ഞങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ടത്. ഇതൊക്കെ ആരെങ്കിലും പറയും? ഈ വിവരമുള്ള നമ്മളെ വിഡ്ഢികളെന്ന് വിശേഷിപ്പിച്ച ഏതെങ്കിലും ആളുകൾ സമ്മതിക്കോ? ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞു പോയ സമൂഹത്തിന് സൽക്കർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലമായി കിട്ടിക്കഴിഞ്ഞതാണെന്ന് പറയും. 3 പാസ്റ്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചത്. റുസിഖു എന്നുള്ളത്, കാലു എന്നുള്ളത്, റുസിഖിന എന്നുള്ളത്, ഫഅ്തു എന്നുള്ളത് 4 എണ്ണം ഉണ്ട്. റുസിഖു എന്നുള്ളത് 2 പ്രാവശ്യവും, കാലു എന്നുള്ളത് 1 പ്രാവശ്യവും, ഫഅ്തു നൽകപ്പെട്ടു എന്നുള്ളത്. അപ്പൊ 4 എണ്ണം, 4 പാസ്റ്റ് ടെൻസ് അവിടെ ഉപയോഗിച്ചു. പക്ഷെ ഇവർ ഒക്കെ പറയുന്നത് നാളെ പരലോകത്തിൽ വെച്ച് നൽകപ്പെടുന്നതാണെന്നാ പറയുന്നത്. ഏത് മുഫസ്സിറിനോട് നിങ്ങൾ ചോദിച്ചോളൂ, ഏത് ഖുർആൻ പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിച്ചോളൂ, അവരൊക്കെ പറയും അത് പരലോകത്തിൽ കിട്ടാൻ പോകുന്നതാണെന്ന്. പക്ഷെ എന്തേ ഉസ്താദെ എവിടൊക്കെ കിട്ടിക്കഴിഞ്ഞ രൂപത്തിൽ, നൽകപ്പെട്ടു കഴിഞ്ഞ രൂപത്തിൽ എന്തുകൊണ്ടാണ് അവിടെ സംസാരിച്ചത് എന്ന് ചോദിച്ചാൽ അവര് മൗനം ദീക്ഷിക്കും. അവരെ കാലു പറഞ്ഞുപോയി, അവർക്ക് പ്രവർത്തനങ്ങളുടെ ഫലം നൽകപ്പെട്ടു എന്നാ, നൽകപ്പെട്ടപ്പോഴൊക്കെ അവര് പറഞ്ഞു എന്നാ, ഒക്കെ കഴിഞ്ഞു പോയ. പക്ഷെ ഏതെങ്കിലും ഒരു ഉസ്താദിനോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും നമ്മുടെ ഗുരുക്കളായ ഏതെങ്കിലും ഉസ്താദന്മാരോട് ചോദിക്കുകയാണ്, അല്ല ഉസ്താദെ ഒക്കെ ഇതെന്താണ്, ഒക്കെ പാസ്റ്റ് ടെൻസ് ആണല്ലോ, പക്ഷെ ഇതൊക്കെ പരലോകത്തിൽ നമ്മളൊക്കെ മരിച്ചു പോയി, ഇനി ഭാവിയിൽ കിട്ടാനുള്ള കാര്യമാണല്ലോ. അപ്പൊ കുല്ലമായി യുർസഖൂന എന്നാണല്ലോ പറയുമ്പോൾ, നൽകപ്പെടുമ്പോൾ എന്നല്ലേ പറയേണ്ടത്, നൽകപ്പെട്ടപ്പോൾ എങ്ങനെ പറയാം? യഖൂലൂന അവര് പറയും എന്നല്ലേ വേണ്ടത്, പറഞ്ഞു എന്നെങ്ങനെ പറയാം എന്നൊക്കെ ചോദിച്ചാ അങ്ങനെ. ഞാനതാണ് എത്ര ആയത്ത് വേണം നിങ്ങൾക്ക് അങ്ങനെ ഇവരുടെ വ്യാഖ്യാന പ്രകാരം വരാനിരിക്കുന്ന കാര്യങ്ങളെ ഇപ്പൊ കിട്ടിയ രൂപത്തിലും സംഭവിച്ച കാര്യങ്ങളെ വരാനിരിക്കുന്ന രൂപത്തിലും അവതരിപ്പിക്കപ്പെട്ട എത്ര തെളിവ് വേണം? എന്നിട്ട് ഈ തെളിവൊന്നും നോക്കാതെ വെറും ഒരു തനസ്സല് കൊണ്ട് മാത്രം നമ്മളെ വിഡ്ഢികളാക്കണ്ട എന്നാ ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ അൽബക്കർ ഇങ്ങനെ ഓതിപ്പോരും, ഇങ്ങനെ പോരുമ്പോ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു അൽബക്കറിൽ തന്നെ കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ 4 ഫെയില്, 4 ക്രിയ കഴിഞ്ഞുപോയ രൂപത്തിൽ വിശദീകരിച്ചു. ഇനി നോക്ക്, വൈദ് നജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹീന നിസാഅകും. 3 വരാനിരിക്കുന്ന ക്രിയയാണ് ഉപയോഗിച്ചത്. പക്ഷെ 3 കഴിഞ്ഞു പോയതാന്ന് ഇവര് പറയും. ഫറോവയിൽ നിന്ന്, ആല് ഫിർഔനിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി. എങ്ങനെ? യസൂമൂന, പ്രസന്റ് ആണത്, പ്രസന്റോ ഫ്യൂച്ചറോ, വരാനിരിക്കുന്നതോ നടന്നുകൊണ്ടിരിക്കുന്നതോ ആണ്. അവര് നിങ്ങളെ മേച്ചുകൊണ്ടിരിക്കുന്നു സൂഅൽ അദാബി, ശിക്ഷയുടെ ദൂഷ്യത്തിലൂടെ, യുദബ്ബിഹൂന അബ്നാഅകും, നിങ്ങളിലെ തന്റെ ഇടമുള്ള ഈ സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ആൺകുട്ടികളെ ആ ഫറോവയും അവരുടെ അദ്ദേഹത്തിന്റെ ആളുകളും കൊന്നു കളയുകയായിരുന്നു. കൊന്നു കളയുന്നു എന്നാ, പ്രസന്റിലാണ്. ഇപ്പൊ അതാ കൊന്നു കളയുന്നു. ഇപ്പൊ അവിടെ ഈജിപ്തിൽ പോയി നോക്കിയാൽ കൊല്ലുന്ന കാണുകയാണ്. ശരിക്കും ദബ്ബഹു എന്നല്ലേ പറയേണ്ടത്, അവര് കൊന്നു കഴിഞ്ഞു എന്നല്ലേ പറയേണ്ടത്. ശരിക്ക് നിങ്ങൾ പറയുന്ന അർത്ഥപ്രകാരാണെങ്കിൽ സാമു എന്നാ പറയേണ്ടത്, യസൂമൂന എന്നല്ല പറയേണ്ടത്. സാമു അവര് മേച്ചു, സൂഅൽ അദാബ് ശിക്ഷയുടെ ദൂഷ്യത്തിലൂടെ ആലു ഫിർഔൻ ഇസ്രായേലരെ മേച്ചു എന്നാ പറയണത്. ദബ്ബഹു അബ്നാഅകും, നിങ്ങളിലെ ആൺകുട്ടികളെ അവരെ അറുകൊല ചെയ്തു എന്നാ പറയേണ്ടത്. വയസ്തഹീന നിസാഅകുന്നിലോട്ട് ഇസ്തഹയു എന്നാ പറയേണ്ടത്. അവര് ജീവിക്കാൻ വിട്ടു എന്നാ പറയേണ്ടത്. ജീവിക്കാൻ അതാ വിടുന്നു എന്ന് ഇപ്പൊ നടക്കണ പോലെ എങ്ങനെ പറയാം? ഞാൻ പറയണത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു ഒരുപാട് ആയത്തുകൾ ഇപ്പൊ അൽബക്കറിയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ സൂറത്തുന്നാസ് എത്തുമ്പോഴത്തേന് നിങ്ങൾക്ക് കഴിഞ്ഞു ഇപ്പൊ നടന്ന പോലെയും നടന്നതിനെ വരാനിരിക്കുന്നത് പോലെയും ചോദിക്കാൻ ഒരു 100 കണക്കിന് ആയത്തുകൾ എനിക്ക് ചോദിക്കാനുണ്ട്. എങ്ങനെയാണ് പോരുമ്പോ ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ലാഹി വയഖ്തുലൂന നബിയ്യീന, പ്രസന്റ് ടെൻസിലാണ് നബിമാരെ കൊല്ലുന്നു എന്ന് പറയുന്നത്. നബിമാര് പോയിട്ട് ഒരു നബിയല്ലോളൂ മുഹമ്മദ് നബി ആയത്തിറങ്ങുമ്പോ എങ്ങനെ നബിയ്യീന എന്ന് പറയാ? യഖ്തുലൂന, ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ലാഹി, അല്ലാഹുവിന്റെ വചനങ്ങളെ തള്ളിക്കളയുകയും വയഖ്തുലൂന, കൊന്നു കളയുകയും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബി ജീവിച്ചിരിക്കുമ്പോ നബിമാരെ കൊല്ലുന്നുണ്ടോ? ഒരു നബിയല്ലേ ഉള്ളൂ, മുഹമ്മദ് നബി മാത്രല്ലേ ഉള്ളൂ. നബിനെ കൊല്ലുകയാണെങ്കിൽ യഖ്തുലു നബിയാനേ പറയാൻ പറ്റുള്ളൂ, കാരണം ഒരു നബി ഉള്ളൂ. അപ്പൊ അവിടെ നബിമാരെ അവരെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്ന് എങ്ങനെ പറയാം? അത് പ്രസന്റിലാണ്. ഇപ്പൊ നമ്മൾ അവരോട് ചോദിക്കാം, മുഹമ്മദ് നബി ജീവിച്ചിരിക്കുമ്പോ പ്രസന്റിലാണ്, അതായത് ഇപ്പൊ വർത്തമാന കാല ഖതലു അൻ നബിയീന എന്നല്ല, അവര് നബിമാരെയൊക്കെ കൊന്നു എന്നല്ല.
കഴിഞ്ഞുപോയ രൂപത്തിലല്ല അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്റെ സുഹൃത്തുക്കളെ, വിവരമില്ലാന്നൊന്നും അങ്ങനെ ഒറ്റയടിക്കൊന്നും അങ്ങോട്ട് പറഞ്ഞു പോകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളെ ഒരു തനസ്സൽ കൊണ്ട് പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് ഇപ്പോഴും ലൈലത്തുൽ ഖദർ ഉണ്ട്, ഇപ്പോഴും മലക്കുകൾ ഇറങ്ങുന്നുണ്ട്, മലക്കുകളൊക്കെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന 1000 മാസത്തെ പുണ്യം കാത്തുകൊണ്ടുള്ള ആ ലൈലത്തുൽ ഖദർ ഇല്ല എന്നുള്ളത്. മലക്കൊക്കെ എപ്പോഴും ഇറങ്ങുന്നുണ്ട്, റൂഹ് എപ്പോഴും ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ മലക്ക് ഇറങ്ങേണ്ടത് തന്നെയാണ്. ഈ ഖുർആൻ ആവുന്ന റൂഹൊക്കെ ഇപ്പൊ അവതരിപ്പിക്കേണ്ടത് തന്നെയാണ്. അങ്ങനത്തെ ആ തലത്തിലൊരു ഇരുട്ട് ലോകത്ത് ഇപ്പൊ വ്യാപിച്ചിട്ടുണ്ട്. അത് കൂരിരുട്ടായിട്ടുണ്ട് ഇപ്പൊ മുസ്ലിം സമൂഹത്തില്. ഇവിടെ ഒരു മലക്കിറങ്ങലും ഇവിടുത്തെ ഒരു ഖുർആൻ ഇറങ്ങലും അള്ളാഹുവിന്റെ ഈ വഹീ ഇലാഹി ആവുന്ന ഈ ഖുർആൻ ഇറങ്ങലൊക്കെ ഇവിടെ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കാനുള്ളത്. എത്ര വേണം നിങ്ങൾക്ക് പ്രസന്റും പാസ്റ്റും അങ്ങനെ ഇഷ്ടം തെളിവ് വേണം. വഹി തജ്രി ഫീ മൗജിൻ കൽ ജിബാൽ തജ്രി ജറത്ത് എന്നല്ലേ നിങ്ങളെ വാദപ്രകാരം പറയേണ്ടത്? ആ നൂഹിന്റെ കപ്പൽ ഒഴുകി എന്നല്ലേ പറയേണ്ടത്? ഇപ്പതാ ഒഴുകണമെന്ന് പറയണം, പ്രസന്റിൽ പറയണം. ഇബ്രാഹിമിന്റെ പേടി പോയപ്പോൾ നമ്മളതാ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പൊ നടക്കുന്നുണ്ടോ? ഇപ്പൊ തർക്കിക്കുന്നുണ്ടോ? ഇപ്പൊ ഇബ്രാഹിം എന്നല്ല, പിന്നെന്താ തർക്കം? ഇങ്ങനെ നിങ്ങൾക്ക് ഒരു തലക്കെന്നങ്ങോട്ട് പ്രസന്റും പാസ്റ്റും ഞാൻ പറഞ്ഞു തന്നാൽ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇത് നമ്മുടെ നാട്ടിലൊരാൾ പറഞ്ഞതാണ്. ഇത് ഈ അവർക്ക് ഒരു വിവരമില്ല. ഈ തനസ്സലു എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ട് ഇപ്പൊ ലൈലത്തുൽ ഖദർ ഇറങ്ങണില്ല എന്ന് പറയുന്നവരൊക്കെ പൊട്ടന്മാരാണ് എന്നൊക്കെ രൂപത്തില് എന്തെങ്കിലും ഭാഷയുടെ ഒരു ABCD എത്തുമ്പോഴത്തേന് അങ്ങനെ കൊച്ചാക്കിയൊന്നും സംസാരിക്കണ്ട എന്നാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങൾ. വിവരം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ മറ്റുള്ളവരൊക്കെ വിഡ്ഢികളും നമ്മൾ മാത്രമാണ് വിവരസ്ഥന്മാരും എന്നുള്ള രൂപത്തിലൊന്നും സംസാരിക്കരുത്. ഓരോരുത്തർക്കും അവരുടേതായ അറിവുകളുണ്ട്. ആ അറിവുകളിൽ ഏതാണ് നല്ലത് എന്ന് നമുക്ക് തെരഞ്ഞു കണ്ടുപിടിച്ച് ഏതാണ് ഖുർആനിനോട് യോജിക്കുന്നത് എന്ന് നോക്കി നമ്മളത് സ്വീകരിക്കും. അറിവുള്ള ആളുകൾ ലോകത്ത് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും ലോകത്ത് അറിവുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അതിൽ ആർക്കാണ് അറിവ് കൂടുതൽ, ആർക്കാണ് അറിവ് കുറവ് എന്നൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ല. ആര് പറഞ്ഞാലും ഖുർആനിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന അറിവ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആ അറിവിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഖുർആനികമായിട്ട് നമുക്ക് തെളിവായിട്ട് ഉദ്ധരിക്കാൻ കഴിയും. ഇനി റൂഹ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദമിനെ സൃഷ്ടിക്കുമ്പോൾ അല്ലാഹു റൂഹിനെ ഊതി എന്ന് പറയുന്നുണ്ട്. ശരിക്കും ആദമിനെ സൃഷ്ടിക്കാന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇവിടുത്തെ വ്യാഖ്യാനം. ആദമിനെ ഞാൻ സൃഷ്ടിക്കാം. ആദം ഇനി പറഞ്ഞാൽ തന്നെ എന്താണ് മനുഷ്യൻ എന്നുള്ള അർത്ഥമുള്ളതിന്. ഇന്നീ ഖാലിഖു ബശർ എന്നാണ്, ഞാനൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുകയാണ്. ബഷറാണ് പറഞ്ഞിരിക്കുന്നത്. ബഷർ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആനന്ദത്തോടുകൂടി, ഒരു പ്രശ്നവുമില്ലാതെ, ഒരു പ്രവാചകന്റെ സ്ഥാനത്തേക്ക് എത്താതെ അതിന്റെ താഴെയുള്ള ആൾക്കാണ് ഈ ബഷർ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ സാധാരണ ഇപ്പോ ജനിച്ചു വീഴുന്ന ആളെ കുറിച്ചല്ല ബഷർ എന്ന് പറയുന്നത്. അതെന്താണ്? പദവിയുണ്ട് മനുഷ്യന് ഓരോരുത്തർക്കും. ആ പദവിയിൽപ്പെട്ട ഒന്നും കൂടി ബഷീറായിട്ട്, ബഷീറോടുകൂടി ജീവിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ ബഷർ. അങ്ങനെ ജീവിക്കുന്ന ഒരാളെ കുറിച്ച് ആണ് അള്ളാഹു പറഞ്ഞത്, വൈദ ഖാല റബ്ബുകലിൽ മലായികത്തി ഇന്നി ഖാലിഖു ബശറൻ. മലായികത്ത് വിശദീകരിച്ചാൽ ഈ ആയത്ത് ഒന്നുകൂടി വ്യക്തമാകുള്ളൂ. പക്ഷെ അതിപ്പോ അവിടെ നിൽക്കട്ടെ. മാലാകന്മാരോട് നിന്റെ രക്ഷിതാവ് പറഞ്ഞ വേളയിൽ ഇന്നി ഖാലിഖു ബശറൻ, ഞാൻ ഇവരിൽ നിന്നൊരു ബഷറിനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. എങ്ങനത്തെ? മിൻ സെൽസാലിൻ, ഉറക്ക സംസാരിക്കുന്നവനെ, മിൻ ഹമയിൻ, ചൂടനിൽ നിന്നും. അപ്പൊ ചൂടനിൽ നിന്നും ഉറക്ക സംസാരിക്കുന്നവനും, ലൗഡ് എന്ന് പറഞ്ഞ അഹങ്കാരിയുടെ ലക്ഷണമാണത്. വളരെ ഉച്ചത്തിൽ മറ്റുള്ളവരെയൊക്കെ തോൽപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് അഹങ്കാരികളുടെ ഒരു സ്വഭാവമാണ്. അതാണ് സെൽസാൽ എന്ന് പറഞ്ഞ. കൽ ഫഖാർ എന്ന് പറഞ്ഞല്ലോ. ഫഖാർ എന്ന് പറഞ്ഞു അഹങ്കാരി, ഫഖർ. പിന്നെ ലുക്മാൻ തന്റെ മകനെ ഉപദേശിച്ചതാണ് എന്ത്? ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരിയായ ദുരഭിമാനിയായ ഒരു മനുഷ്യനെയും അല്ലാഹു സ്നേഹിക്കുകയില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ അഹങ്കാരിയും ചൂടനും ധിക്കാരിയുമായ ചെളിയിൽ കഴിയുന്നവനുമായ ഒരാളിൽ നിന്ന് ഞാൻ നല്ല ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നാണ് അള്ളാഹു 2 അധ്യായത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഈ 2 അധ്യായത്തിലും പറഞ്ഞത് ഖാലിഖു ബശറെന്ന, ഇന്നീ ഖാലിഖു ആദമെന്നല്ല, ആദമിനെ സൃഷ്ടിക്കാൻ പോവുക എന്നല്ല. ഞാനൊരു നല്ല മനുഷ്യനെ, ഒരു നന്നായി ജീവിക്കുന്ന, ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത,
ഒരു നല്ല നിലക്ക് നല്ല സന്തോഷത്തോടുകൂടി ആനന്ദത്തോട് കൂടി ജീവിക്കുന്ന, ദൈവികമായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. അത് ദൂതൻ റസൂലോട്ട് ആയിട്ടുമില്ല, അങ്ങനത്തെ ഒരാളെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അങ്ങനെ ഫൈദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി, എന്നിട്ടാണ് അവനിലേക്ക് ഈ ദൈവികമായ ഈ വഹി അവനിലേക്ക് ഊതുന്നത്. അവനിലേക്ക് ഈ ദൈവികമായ വഹിയാണ് ഊതുന്നത്. അല്ലാതെ ഇന്നിപ്പോ നമ്മുടെ മനസ്സിൽ ഇപ്പൊ അതിനെ കുറിച്ചൊരു സങ്കല്പമുണ്ട്. കളിമണ്ണുകൊണ്ട് ഒരു മനുഷ്യരൂപം, ഒരു ടോയ്, ഒരു പാവ ഉണ്ടാക്കുന്നത് പോലെ അള്ളാഹു ഒരു ആദമിന്റെ ഒരു മനുഷ്യരൂപം അങ്ങനെ പടച്ചുണ്ടാക്കി. അതിങ്ങനെ ഒരു ഒത്ത രൂപമൊക്കെ ആയപ്പോ അള്ളാഹു അതിൽക്ക് ഒരൊറ്റ ഊതൂതി. ഊതിയോടുകൂടി ഈ കീ കൊടുത്തിട്ട് ചാവി കൊടുത്ത് വിട്ട് പാവകൾ ഉണ്ടാവുമല്ലോ, കുട്ടികൾ കളിക്കുന്ന പാവ, ആ പാവ പോലെ അതിങ്ങനെ കയ്യും കാലും ആക്കി ഓടി നടന്നു എന്നുള്ള രൂപത്തില് ഒരു കെട്ടുകഥയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ആളുകൾക്ക് ഇതൊക്കെ എന്ത് ഖുർആനാണെന്നും പറഞ്ഞിട്ട് തള്ളിപ്പോണ്. ഇതിൽ കാണാത്ത വ്യാഖ്യാനങ്ങളാണ് വിശദീകരിക്കുന്നത്. തീ എന്ന് പറഞ്ഞാൽ ഈ ചെളിയിൽ കഴിയുന്ന ഒരു വളരെ താഴ്ന്ന നിലവാരത്തിൽ കഴിയുന്ന ഫഖാർ, അഹങ്കാരിയായ, ഹമദ്, ചൂടനായ, ഹമദ് എന്ന് പറഞ്ഞാൽ ചൂടുന്ന, അത് ഇവരെല്ലാരും പറയുന്ന അർത്ഥം തന്നെ. ഇവരെന്താ പറഞ്ഞാൽ ചുട്ടുപഴുത്ത കളിമണ്ണ് എന്ന് അവര് പറയല്ലേ. കളിമണ്ണൊക്കെ പല വ്യാഖ്യാന. ഹമദ് എന്ന് പറഞ്ഞാൽ ചൂടനായ, ചൂടനും അഹങ്കാരിയും ചെളിയിൽ കഴിയുന്നവനുമായ ഒരു മനുഷ്യനിലേക്ക് ഈ ഒരു ആശയം, ഈ ഒരു പ്രകാശം, ഈ ഒരു വെളിച്ചം, ഈ ഒരു ദൈവികമായ വഹി അവനിലേക്ക് കൊടുത്തിട്ട് അവനെ ഞാനൊരു മനുഷ്യനാക്കി ആക്കാൻ പോവുകയാണ് എന്നാ പറയുന്നത്. ഫഖഉ ലഹു സാജിദീൻ. അങ്ങനെ ഒരു മനുഷ്യനുണ്ടായപ്പോൾ ആ മനുഷ്യനിലേക്ക് കൊടുത്ത ഈ ദൈവികമായ വഹിയിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായി ബാക്കിയുള്ളവരെല്ലാം. അതാണ് അവിടുത്തെ സുജൂദ്. അല്ലാതെ ആദമാവുന്ന ഒരു മനുഷ്യനിങ്ങനെ ഉണ്ടായപ്പോ ആ ആദമിന്റെ മുമ്പിൽ വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ സാഷ്ടാംഗം ചെയ്തു എന്നല്ല. അങ്ങനത്തെ ഉന്നതമായ ഈ ദൈവികമായ ഒരു സന്ദേശം കിട്ടി നല്ല ഉത്തമനായ, ഉത്കൃഷ്ടനായ, ഉന്നതനായ ഒരു ഒരാളായി അയാൾ മാറിയപ്പോൾ ആ ദൈവികമായ വഹി ഉൾക്കൊണ്ട മനുഷ്യൻ എന്നുള്ള നിലക്ക് അയാളെ കീഴ്പ്പെട്ട് അയാൾക്ക് അനുസരിച്ച്, അയാളുടെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി ബാക്കിയുള്ളവരെല്ലാം. പക്ഷേ അപ്പോഴും അവരിൽ നിന്ന് ഒരു ധിക്കാരിയായ, അഹങ്കാരിയായ, അതിനെ ധിക്കരിച്ച് അതിനൊന്നും ഞങ്ങൾ വഴിപ്പെടുകയില്ല എന്ന് പറഞ്ഞ നിഷേധികളായ ആളുകളും അവരിൽ നിന്ന്, ഇബ്ലീസ്, ശൈത്താന്, അവരിൽ നിന്ന് നെഗറ്റീവായ ചിന്തയുണ്ടായ ആളുകളും അവരിൽ നിന്നുണ്ടായി എന്നാണ് ആ കാര്യം ആദമിന്റെ ചരിത്രവുമായി വിശദീകരിക്കുമ്പോൾ പറയേണ്ടത്. ഇത് തന്നെയാണ് അള്ളാഹു പറയുന്നത്, യസ്അലൂനക അനിർ റൂഹി, റൂഹിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. എന്താണ് ഈ മുഹമ്മദിന് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്താ ഈ റൂഹ് എന്താണ്? അതിനെക്കുറിച്ച് അപ്പൊ അവർ ചോദിക്കുന്നത്. അല്ലാതെ അവർക്ക് കിട്ടിയ റൂഹിനെ കുറിച്ചല്ല. അവർക്ക് അത് അങ്ങനെ അവർ 4-ാം മാസത്തിൽ ഓതിയ റൂഹിനെ കുറിച്ചൊന്നല്ല അവർ ചോദിക്കണം. അങ്ങനത്തെ റൂഹ് തന്നെയല്ല. എന്താ ഇപ്പൊ നിനക്ക് കിട്ടുന്ന ഈ ദൈവികമായ വഹീനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. ഇതെങ്ങനെയാണ്, ഇതെന്താണ്, ഇത് എവിടുന്നാണ് എനിക്ക് വരുന്നത്, ഇതിപ്പോ എനിക്ക് എവിടുന്നാ കിട്ടി? ഇതിനെ കുറിച്ചാണ് അവരുടെ ചോദ്യവും അന്വേഷണവും. അപ്പൊ നീ പറയുക, കുലി റൂഹ് മിൻ അംരി റബ്ബി, ഈ റൂഹ് എന്റെ റബ്ബിന്റെ കൽപ്പനയിൽ നിന്ന് എനിക്ക് കിട്ടുന്നതാണ്, ദൈവികമായ കൽപ്പനയിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. വമാ ഊതീതും മിനൽ ഇൽമി, ആ ദൈവികമായ അറിവിനെ കുറിച്ച് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല ഇല്ല കലീല. ആ അൽ ഇൽമാണത്, അവിടെയും അല്ല ഇൽമാണ്. ഈ ഗൈഡൻസ്, ഈ ദൈവികമായ ജ്ഞാനത്തെ കുറിച്ച് നിങ്ങൾക്ക് അല്പമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല, നിങ്ങൾക്കൊട്ട് നൽകപ്പെട്ടിട്ടുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ അമ്രിൽ നിന്ന്, അവന്റെ രക്ഷിതാവിന്റെ കൽപ്പനയിൽ നിന്ന് വരുന്നതാണ് ഈ റൂഹ് എന്ന് നീ പറയുക എന്നാണ്. ഇവരെന്തായി പറയണത്? ഈ 4-ാം മാസത്തിൽ ഓടുന്ന റൂഹിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. അത് അള്ളാന്റെ കൽപ്പന വേണ്ടി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അതിനെ കുറിച്ച് വല്ലാതെ നിങ്ങൾ ചോദിക്കണ്ട, നിങ്ങൾ പൊയ്ക്കാണെന്ന് പറഞ്ഞു എന്നാ. അതല്ല. എന്താ ഇപ്പൊ ഈ മുഹമ്മദിന് ഇപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഈ റൂഹിനെ കുറിച്ച് അവരുടെ ചോദ്യം? ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്? ഇത് എവിടുന്നാണ് എനിക്ക് കിട്ടിയത്? ഇതൊക്കെയാണ്, ഇത് തന്റെ രക്ഷിതാവിന്റെ കൽപ്പനയാൽ ഉണ്ടാകുന്നതാണ്. അല്ല, അവൻ ഉദ്ദേശിക്കുന്ന ദാസന്മാരിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ അൽ ഇൽമിനെ കുറിച്ച്, ഈ ദൈവികമായ ജ്ഞാനത്തെ കുറിച്ച് നിങ്ങൾക്ക് അല്പമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയാനാണ് നബിയോട് പറയുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഖുർആനിൽ ഉപയോഗിച്ച അർറൂഹ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ വഹിയു ഇലാഹി, അള്ളാഹുവിന്റെ വഹീനെ കുറിച്ച്, അവന്റെ സന്ദേശത്തെ കുറിച്ചാണ് ഖുർആനിൽ പറയുന്നത്. ഇനി നമുക്ക് വിശദമായി പറയേണ്ട ഒരു റൂഹുണ്ട്. പക്ഷേ അത് ഈസയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വിശദമാക്കേണ്ട ഒരു സംഭവമായതുകൊണ്ട് അതിന്റെ ചില സൂചനകൾ മാത്രം ഞാൻ നൽകിക്കൊണ്ടത് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ മറിയം
മറിയം ആരാണെന്നൊക്കെ വിശദീകരിക്കും. അതാണ്, അത് വളരെ വൈഡായ, വളരെ വിശാലമായ ആഴത്തിൽ പറയേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ മറിയമിലേക്ക് അവതരിപ്പിക്കപ്പെട്ട, മറിയമിലേക്ക് ഊതിയ ആ റൂഹും ഈ ഖുർആൻ തന്നെയാണ്, അല്ലെങ്കിൽ ദൈവികമായ വഹീ തന്നെയാണ് എന്നുള്ള സൂചന മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. മറിയം ഇബ്നത്ത് ഇമ്രാൻ അല്ലത്തി അഹ്സനത്ത് ഫർജഹ. മറിയം ഇബ്നത്ത് ഇമ്രാൻ, ഒരു നാഗരികതയുടെ, അല്ലെങ്കിൽ ഇമ്രാന്റെ പുത്രി, രണ്ടർത്ഥത്തിലും പറയുന്നുണ്ട്. അതിന് ആനുകാലികമായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു നാഗരികതയുടെ സന്തതിയായിരുന്നു ഈ മറിയം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇമ്രാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പിന്നെ മറിയം ആരാണെന്നുള്ള പല വിശദീകരണങ്ങളിലേക്കും വേറെ പോകേണ്ടതുണ്ട്. ആരായാലും ഈ ഇമ്രാന്റെ പുത്രി, അല്ലെങ്കിൽ ഒരു നാഗരികതയുടെ പുത്രിയായ മറിയം, അവൾ വളരെ ചാരിത്രശുദ്ധിയുള്ളവളായിട്ട്, അത് മറിയം ആരോ ആകട്ടെ, അവർ ജീവിച്ചപ്പോൾ ആ വളരെ തന്റെ ചാരിത്രവും ഒരു കാപട്യവും ഒരു കളങ്കവും ഇല്ലാതെ പവിത്രതയോടുകൂടി അവൾ ജീവിച്ചപ്പോൾ, ആ മറിയം ജീവിച്ചപ്പോൾ, ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ, അപ്പോൾ എന്റെ വഹി അവരിലേക്ക് ഞാൻ നൽകി. വസദ്ദഖത് ബികലിമാത്തി റബ്ബിഹാ, അങ്ങനെ അത് നൽകിയപ്പോൾ ആ ദൈവികമായ വചനങ്ങളെ അവൾ ശരിവെക്കുകയും അത് വിശ്വസിക്കുകയും, വകുതുബിഹി, അവന്റെ നിയമങ്ങൾ ആ മറിയം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. കാനത്ത് മിനൽ കാനിത്തീൻ, അങ്ങനെ കൊടുത്ത ആ ദൈവികമായ വഹികൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആ മറിയം ഉൾപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അല്ലാതെ ഇന്നിപ്പോ പറയുന്ന രൂപത്തില് മറിയമിന്റെ ഫർജിൽക്ക് അല്ലാഹു റൂഹിനെ ഊതിന്ന്, ഇന്ന് ക്രൈസ്തവ വിശ്വാസം പിന്നെ എന്താ തകരാറ്? അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ഈസയെങ്കിൽ ദൈവപുത്രനാണ് ഈസ എന്ന് പറയുന്നതിൽ ഒരു കുറ്റമില്ല. ഇനി ഈ റൂഹ് സൂറത്ത് മറിയമിലെ കുറച്ച് ആയത്തുകൾ കൂടി വിശദീകരിച്ചാൽ ഈ മറിയമിന്റെ അടുത്ത് വന്ന ആ റൂഹ് ആരാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി കിട്ടും. അവിടെയും ഞാൻ ചുരുക്കി പറയാം. ആ മറിയം അന്വേഷിച്ചു പോണ, ഇവരെന്താണ് കേക്കോട്ട് പോയി മറിയം എന്നാ പറയണത്. കേക്ക് ഭാഗത്ത് ഒരു കുടി ഉണ്ടായിരുന്നു, ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി അവളിങ്ങനെ ഇരിക്കുമ്പോ ഒരു മലക്ക് മനുഷ്യവേഷത്തിൽ വന്ന് അവളുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി ഉണ്ടായി എന്നുള്ള രൂപത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. അവൾ അന്വേഷിച്ചു പോകുന്നത് ഈ ഒരു പ്രകാശത്തിന്റെ ഉദയത്തെയാണ് അവൾ അന്വേഷിച്ചു പോകുന്നത്. ഫത്തഖറത് മിൻ ദൂനിഹിം ഹിജാബൻ എന്ന് പറഞ്ഞത് ഫന്തബദത്തി മക്കാനൻ ശർക്കിയ. അവൾ അന്വേഷിച്ചു പോകുന്നത് ഈ ഒരു വെളിച്ചത്തിന്റെ ഉദയസ്ഥാനം തെരഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. ഖുർആൻ പറയേണ്ടത് വാശിറക്കന ലഹും നൂറൻ മിനൽ കിതാബ്, അവർക്ക് ഞാൻ ഈ കിതാബിന്റെ, ഈ വെളിച്ചത്തിന്റെ, ഈ അൽ കിതാബിന്റെ, ഈ ഗ്രന്ഥത്തിന്റെ വെളിച്ചം ഞാൻ അവർക്ക് ഉദിപ്പിച്ചു കൊടുത്തു. അപ്പൊ മനുഷ്യരുണ്ടാക്കിയ ഇരുട്ടിൽ നിന്ന്, അതാണ് ഫത്തഖറത് മിൻ ദൂനിഹിം ഹിജാബ് എന്ന് പറഞ്ഞതാണ്. മനുഷ്യരുണ്ടാക്കിയ ഇരുട്ടിൽ നിന്ന്, ആ ഇരുട്ടിൽ നിന്നൊക്കെ അവൾ മാറി ഒഴിഞ്ഞ് ദൈവത്തിന്റെ പ്രകാശം തേടിക്കൊണ്ടാണ് അവൾ പോകുന്നത്. അത് കുറച്ച് വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ്. അത് ഈ വിഷയവുമായി ഇന്ന് നമ്മുടെ ഈ സമയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയും. ചുരുക്കി ഞാൻ പറയാം. അല്ലാതെ കിഴക്ക് ഭാഗത്തുള്ള ഒരു വീട് അന്വേഷിച്ച് അവിടെ ആൾക്കാരും കാണാതിരിക്കാൻ ഒഴിഞ്ഞൊരു മറക്കുള്ളിലിരിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് മനുഷ്യവേഷത്തിൽ വന്ന് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കുട്ടികൾ, അല്ലെങ്കിൽ ഫർജിൽ കൂതി കുട്ടീനുണ്ടാക്കി എന്നുള്ള ഒരു നുണക്കഥയാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തൊക്കെ നിലനിൽക്കുന്നത്, നമ്മുടെ സമൂഹമൊക്കെ വിശ്വസിക്കുന്നത്. അവള് മക്കാനും ഷർക്കിയാന്ന് പറഞ്ഞാൽ ആ ഷർക്ക് ഏതാണ്? ഈ നൂറിന്റെ ഇഷ്റാക്ക്, ഈ നൂറിന്റെ ഈ വെളിച്ചം. അശറക്കനാലഹും നൂറൻ മിനൽ കിതാബി എന്ന് പറഞ്ഞല്ലോ. ഈ പ്രകാശത്തിന്റെ ഒരു ഉദയം, ഈ കിതാബിൽ നിന്നുള്ള ഒരു വെളിച്ചത്തിന്റെ ഉദയം, ഒരു വെളിച്ചത്തെ ഞാൻ അവർക്ക് ഉദിപ്പിച്ചു കൊടുത്തു. ഞാൻ അവർക്ക് അത് ഉദിപ്പിച്ചവർക്ക് നൽകി എന്ന് പറഞ്ഞ ആ ഇഷ്റാക്ക് തെരഞ്ഞിട്ടാണ്, ആ ഉദയസ്ഥാനം തെരഞ്ഞിട്ടാണ് ആ മനുഷ്യരുണ്ടാക്കിയ ഹിജാബ്, ആ ഇരുട്ടിൽ നിന്നൊക്കെ മാറി അവള് ദൈവത്തിന്റെ വെളിച്ചം തേടിയിട്ടാണ് അവൾ പോകുന്നത്. അല്ലാതെ കേക്കോട്ട് പോയിട്ട് ഒരു വീട്ടിൽ ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി പോകല്ല. ആ മറിയം ദൈവികമായ ഒരു വെളിച്ചം തേടിയിട്ട്, ദൈവികമായ ഒരു പ്രകാശം തേടിയിട്ട്, ദൈവികമായ ആ പ്രകാശത്തിന്റെ ഉദയം തേടിയിട്ടാണ് പോകുന്നത്. എവിടെ നിന്ന്? മനുഷ്യരുണ്ടാക്കിയ ഒരു ഹിജാബുണ്ട്, സത്യത്തെ മൂടിവെക്കുന്ന ഒരു, അതാണ് വൈദാ ഖറഅത്തൽ ഖുർആന ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ഹിജാബൻ മസ്തൂറ എന്ന് പറഞ്ഞില്ലേ. നീ ഖുർആൻ വായിച്ചാൽ
അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത ആളുകളുടെയും നിന്റെയും ഇടയിൽ ഞാൻ ഒരു ഹിജാബ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു മറയുണ്ടാക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതാണ്, ആ ഹിജാബാണ്, ആ ഇരുട്ടാണ്. അവർ മനുഷ്യരുണ്ടാക്കുന്ന ഇരുട്ടിൽ നിന്ന് അവള് ദൈവത്തിന്റെ പ്രകാശം തെരഞ്ഞ് ദൈവത്തിന്റെ വെളിച്ചം അന്വേഷിച്ചാണ് അവൾ പോകുന്നത്. അവിടെ വെളിച്ചം അന്വേഷിച്ച് പോകുമ്പോൾ അവൾക്ക് കിട്ടുന്ന ഒരു റൂഹാണ്, ഈ ദൈവികമായ ഒരു വഹിയാണത്. പിന്നെ ഇനി അത് എങ്ങനെയാണ് ഒരു ബഷറായിട്ട് അത് രൂപപ്പെടുകയോ അത് അവിടെ രൂപപ്പെട്ടു തോന്നുകയോ, ആ ബഷർ എന്താണെന്നും എന്നെ ഒരു മനുഷ്യൻ തൊട്ടിട്ടില്ല എന്നും ഞാൻ ബഹയല്ല എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ തൊടൽ തന്നെയാണോ മറ്റു കാര്യങ്ങളൊക്കെയാണ് വിശദമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. എന്താണ് ആ മനുഷ്യന്റെ തൊടൽ? എന്താണ് ഞാൻ ബഹയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വ്യഭിചരിക്കാൻ പോയിട്ടില്ല എന്നാണോ എന്നിത്യാദി കാര്യങ്ങളൊക്കെ അത് ഈസയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അതൊരു വിഷയവുമായിട്ട് മാത്രം സംസാരിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് അശ്റക്നാലഹും നൂറൻ മിനൽ കിതാബി എന്ന് പറയുന്ന ഈ കിതാബിന്റെ നൂറ്, ഈ കിതാബിന്റെ വെളിച്ചത്തിന്റെ ഉദയസ്ഥാനം അത് എവിടെ നിന്നാണ് കിട്ടുക എന്നതാണ് അന്വേഷിച്ചു പോകുന്നത് അവൾ. ആ അവളിലേക്കാണ്, ആ മറിയമിലേക്ക്, അവളാണെങ്കിൽ അല്ലെങ്കിൽ മറിയം ആരാണെങ്കിൽ ആ മറിയമിലേക്കാണ് ഈ വെളിച്ചം, ഈ റൂഹിനെ അള്ളാഹു കൊടുക്കുന്നത്. ആ റൂഹ് അവൾക്ക് കിട്ടിയപ്പോഴാണ് ആ ദൈവികമായ സന്ദേശത്തെ അവൾ ശരിവെക്കുകയും അത് വിശ്വസിക്കുകയും അവന്റെ നിയമങ്ങൾ വിശ്വസിക്കുകയും ആ നിയമങ്ങൾക്കനുസരിച്ച് അവൾ അതിനനുസരിച്ച് ജീവിക്കുന്നവളായി തീരുകയും ചെയ്തത്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ അവിടെയും റൂഹ് എന്നുള്ളത് വഹിയു ഇലാഹി എന്ന് തന്നെയാണ്. അല്ലാതെ മനുഷ്യന് ജീവൻ കൊടുക്കുക അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവൻ എടുക്കുമ്പോൾ എടുക്കുന്ന റൂഹ് എന്ന അർത്ഥത്തിലൊന്നും വിശുദ്ധ ഖുർആനിൽ എവിടെയും ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഒന്നും ചിന്തിക്കാൻ നമ്മളെ സംബന്ധിച്ചിപ്പോ എന്താണ് ഇന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മതം എന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാൻ പാടില്ല. എന്ത് പൊള്ളത്തരങ്ങളാണെങ്കിലും അപ്പടി നമ്മൾ വിശ്വസിക്കുക, ചോദ്യം ചെയ്യാൻ പാടില്ല. ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല, ചിന്തിക്കാനേ പാടില്ല, യുക്തി പാടില്ല. ലോകത്ത് ചിന്തിച്ചത് കൊണ്ടാണ് ഈ ലോകം ഇത്രയെങ്കിലും പുരോഗമിച്ചത് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ലോകം ഇവരെ പോലെ ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു ലോകമായിരുന്നെങ്കിൽ ലോകം ഇന്നും ഇരുട്ടിലായേനെ. ഈ ലോകത്ത് ഇത്രയെങ്കിലും വെളിച്ചം കിട്ടിയത് ചിന്തയിൽ നിന്ന് മനുഷ്യൻ ചിന്തിച്ചത് കൊണ്ടാണ്. ഇപ്പൊ ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണപ്പോ അയാൾ ചിന്തിച്ചത് കൊണ്ടാണ് ഒരു ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച്, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് കിട്ടിയത്. ലോകത്ത് അതിനു മുമ്പ് എത്ര മനുഷ്യന്മാരുടെ മുമ്പിൽ തലയിലേക്കോ മുന്നിലേക്കോ ഇതുപോലെ പഴങ്ങളോ ആപ്പിളുകളോ മറ്റു വസ്തുക്കളോ വീണിട്ടുണ്ടാവും, എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അപ്പൊ ചിന്തയാണ് മനുഷ്യന് അറിവ് തരുന്നത്. പക്ഷെ നമ്മുടെ പുരോഹിതന്മാർ പറയുന്നത് ഒന്നും ചിന്തിക്കരുത് എന്നാണ്, ഒന്നും പഠിക്കരുത്, ഒന്നും ചിന്തിക്കരുത്, ഞങ്ങൾ എന്ത് പറയുന്നു അതങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. ഞങ്ങൾ ആലമുൽ അർവാഹിൽ എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിക്കണ്ട, ചിന്തിക്കണ്ട. ആദമിന്റെ മുതുകളിൽ നിന്ന് അർവാഹുകളെ കയ്യിലെടുത്തു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അതാണ് വിശ്വസിച്ചാൽ മതി, ബാക്കി ചോദ്യം ചെയ്യണ്ട, ഇതൊന്നും ചോദിക്കണ്ട. ഇന്ന് നമ്മുടെ സമൂഹം ഒരു നിസ്സാരമായ കാര്യത്തിന് കൊടുക്കുന്ന താല്പര്യം പോലും വിശുദ്ധ ഖുർആനിലെ ഒരു ആശയം മൂടിവെക്കുമ്പോൾ കാണിക്കുന്നില്ല. അവർക്ക് ബേജാറില്ല. അത് പുറത്ത് കാണിക്കാൻ, അത് സമൂഹത്തിനെ പഠിപ്പിച്ചു കൊടുക്കാനോ അവർ താല്പര്യം കാണിക്കുന്നില്ല. ആ ഒരു താല്പര്യം അവർ കാണിക്കുന്നില്ല. ഒരു താടി വെക്കാത്തവനോട് കാണിക്കുന്ന ദേഷ്യം, ഒരു താടി അല്ലെങ്കിൽ തുണി അല്പം മുട്ടിന് ഞെരിയാണിക്ക് താഴെ പോയവനോട് കാണിക്കുന്ന ആ പകയും വിദ്വേഷവും, അല്ലെങ്കിൽ അത് അവന്റെ തുണി ഒന്ന് പൊക്കിയെടുക്കാൻ ഒരു പണ്ഡിതന്മാർ കാണിക്കുന്ന, അല്ലെങ്കിൽ താടിയുടെ നീളം കൂട്ടാൻ വേണ്ടി പണ്ഡിതന്മാർ കാണിക്കുന്ന താല്പര്യം വിശുദ്ധ ഖുർആനിലെ ഒരു സത്യം ജനങ്ങളെ പഠിപ്പിക്കുന്നതിലോ ആ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിലോ നമ്മുടെ സമൂഹം കാണിക്കുന്നില്ല എന്നുള്ള വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നബിചര്യ എന്ന് പറയുന്നത്, ഇവര് പറയുന്നത് സാമ്പത്തിക രംഗത്ത് എന്ത് തോന്നിവാസം കാട്ടിയാലും കാര്യമല്ല. ഇപ്പൊ നബിചര്യയെ നിഷേധിക്കുന്ന ആള് ഇസ്ലാം എന്ന് പുറത്താന്നാ പറയാൻ. അതിനൊരു ഉദാഹരണം പറഞ്ഞത് എന്താണ്, നമ്മുടെ നാട്ടിൽ ഒരാൾ പറഞ്ഞത് 3 പ്രാവശ്യം തല തടവിയ അവൻ നബി സുന്നത്തിന് നബിചര്യയിൽ നിന്ന് പുറത്താ, അവൻ ഇസ്ലാം എന്ന് പുറത്താന്ന്. ഒരാള് 3 പ്രാവശ്യം, ഒരു പ്രാവശ്യം കഴിയാതെ തന്നെ കയ്യിലെ എല്ലാ അഴുക്കും പോയി എങ്കിൽ അവൻ അതിൽ നിർത്തിയ അവൻ സുന്നത്തെടുത്തില്ല, അവൻ ഇസ്ലാം എന്ന് പുറത്താ. ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇസ്ലാം എന്ന് പുറത്താക്കുന്ന ഒരു സമ്പ്രദായം അവിടെ. ഒരാള് തലയിൽ എന്തെങ്കിലും അഴുക്കുണ്ട്, ഒന്ന് തടവിയപ്പോ അത് മുഴുവൻ പോയില്ല, ഓതെടുക്കുമ്പോ ഒന്നും കൂടി തടവിയ ആ ഇസ്ലാമിന്ന് പുറത്താ.
നബി ചര്യ വിട്ടു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നബി ചര്യയെ ഫോളോ ചെയ്യാത്തവൻ, പിന്തുടരാത്തവൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നിസ്സാരമായ ഒരു ഉദാഹരണ പ്രാവശ്യം പറഞ്ഞു. ഒരാൾ 3 പ്രാവശ്യം തല തടവിയ ഇസ്ലാമിൽ നിന്ന് പുറത്താന്ന ഒരു മുജാഹിദ് മൗലവി പറഞ്ഞു. ഞാൻ എന്നെ അതിശയിച്ചു പോയി. ഒരു മനുഷ്യൻ തല തടവിയപ്പോ അവന്റെ തലയിലെ പൊടിയോ അഴുക്കുകളോ ഒന്നും ആദ്യത്തെ തടവിലും പോയില്ല. അവനൊരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒന്ന് തടവി എപ്പോഴാണത് പോയതെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ഇസ്ലാമിന്റെ ഉള്ളിലല്ല അവൻ എന്നൊക്കെ ഈ രൂപത്തിലൊക്കെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ വാശി പിടിക്കുന്നത്. അടിസ്ഥാനപരമായ പ്രശ്നങ്ങള്, ഇസ്ലാമിന്റെ മൂല്യങ്ങള്, അടിസ്ഥാനപരമായ തത്വങ്ങള് ഒരു മനുഷ്യൻ അന്യന്റെ ധനം ചൂഷണം ചെയ്യപ്പെടുകയോ കവർന്നെടുക്കപ്പെടുകയോ അവന് ബേജാറില്ല, പ്രശ്നമില്ല. ഒരു നുണ പറയുന്നതിന് ഇവർക്ക് പ്രശ്നമില്ല. ഇപ്പൊ ഒരു മനുഷ്യൻ നിത്യേന ചതിക്കുന്നവനും ചൂഷണം ചെയ്യുന്നവനും അന്യന്റെ ധനം ചൂഷണം ചെയ്തെടുക്കുന്നവനുമാണ്, ഇവർക്ക് പ്രശ്നമില്ല. അവിടെയൊന്നും ഇവർക്ക് ബേജാറില്ല. മനുഷ്യരുടെ അവകാശങ്ങൾ മുഴുവൻ കവർന്നെടുക്കുന്ന സമൂഹമാണ് നമ്മുടെ നാട്ടില്. പക്ഷെ ഇവർക്ക് ബേജാറില്ല, ഇവർക്ക് പ്രശ്നമില്ല. പക്ഷെ നിസ്സാരമായ ഒരു പ്രശ്നം, ഒരു കൈ കഴുകിയപ്പോ അവൻ 3 പ്രാവശ്യം കഴുകിയപ്പോ ചെളി പോയില്ല, ഒരു അഴുക്ക് എവിടെയെങ്കിലും കണ്ടു, അവൻ 1 പ്രാവശ്യം കൂടി ഒന്നും കൂടി വെള്ളമെടുത്ത് കഴുകിയാൽ അവൻ നബിയുടെ സുന്നത്തിൽ നിന്ന് പുറത്താണ്, അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. നബിയുടെ ചര്യയിൽ നിന്ന് അവൻ പുറത്താണ്, അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് സഹോദരങ്ങളെ, എന്റെ സുഹൃത്തുക്കളെ, അടിസ്ഥാനപരമായ ഖുർആനിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ, അടിസ്ഥാന മൂല്യങ്ങൾ, ആ മൂല്യങ്ങളിലേക്ക്, ആ അടിസ്ഥാന ആശയത്തിലേക്കാണ് നമ്മൾ തിരിച്ചു പോരേണ്ടത്. ആ അടിസ്ഥാന തത്വങ്ങളിലേക്കാണ് നമ്മൾ തിരിച്ചു പോരേണ്ടത്. അതിന്റെ മൂല്യങ്ങളിലേക്കാണ്, അതിന്റെ ഉന്നതമായ മൂല്യങ്ങളിലേക്കും ആശയത്തിലേക്കുമാണ് നാം തിരിച്ചു പോകേണ്ടത്. അല്ലാതെ കേവലമായ ചില അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളിലോ നമ്മൾ തർക്കിച്ചു നിന്ന് ഈ സമൂഹത്തെ ഇനിയും പിന്നോട്ട് വലിച്ചുകൂടാ എന്നാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. അപ്പൊ ഞാൻ തുടക്കം മുതൽ ഖുർആനിൽ ഉപയോഗിച്ച റൂഹ്, അർവാഹ് എന്നുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചു. ഇനി അതിൽ പറയാനുള്ളത് ഒന്ന് റൂഹുൽ അമീൻ എന്നും റൂഹുൽ ഖുദ്സ് എന്നും ഉപയോഗിച്ച 2 പദങ്ങളാണ്. അതും ഏകദേശം ഇന്ന് അത് മലക്കുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയേണ്ട വിഷയമാണ്. അതും ഞാൻ പറയുന്നത് ദൈവികമായ ആശയം തന്നെയാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം പറയാം. ഏറ്റവും കൂടുതൽ മനുഷ്യന് സമാധാനം നൽകുന്ന ആശയം എന്താണോ അതാണ് അമീൻ. അമ്ന് നൽകുന്ന ധാരാളമായിട്ട്, ഫഈൽ വസനാണത്. അമിന എന്ന് പറയുന്ന ക്രിയയുടെ ഫഈൽ വസനാവുമ്പോ അമീൻ, ധാരാളമായിട്ട് മനുഷ്യർക്ക് സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന ദൈവികമായ സന്ദേശം, വഹി എന്താണോ അതാണ് റൂഹുൽ അമീൻ. ആ റൂഹുൽ അമീനാണ് നബിക്ക് വന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത്. അത് പരിശുദ്ധമാവുമ്പോൾ ശിർക്കിൽ നിന്നും മറ്റുള്ള എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും മറ്റുള്ള എല്ലാ ശിർക്ക് പോലെയുള്ള എല്ലാത്തിൽ നിന്നും മുക്തമായ ഒരു ആശയമാകുമ്പോൾ, വഹിയാവുമ്പോൾ അത് റൂഹുൽ ഖുദ്സ്, പരിശുദ്ധമായ ഒരു ആശയമാവുന്നു. അതാണ് റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദൈവികമായ വഹി, അതാണ് റൂഹുൽ ഖുദ്സ്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ മലക്കുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ വിഷയം ഉൾക്കൊള്ളിക്കാം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയാം. കാരണം ആ മലക്കുകൾ എന്താണെന്ന് വിശദീകരിക്കുമ്പോഴേ ഈ റൂഹുൽ അമീനും റൂഹുൽ ഖുദ്സും ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുള്ളൂ. ഇപ്പൊ ഞാൻ അതിന്റെ സൂചന മാത്രം പറയാണ്. മനുഷ്യർക്ക് സുരക്ഷിതത്വവും സമാധാനവും ധാരാളമായി മനുഷ്യർക്ക് നൽകുന്ന ദൈവികമായ വഹി, ആ വഹി വരുന്നതിനെയാണ്, അതാണ് റൂഹുൽ അമീൻ എന്നും, കലർപ്പില്ലാത്ത, കളങ്കമില്ലാത്ത, കുറ്റമറ്റ ദൈവികമായ വഹി ആയതുകൊണ്ട് അതിനെ റൂഹുൽ ഖുദ്സ് എന്നും പറയുന്നു. അതാണ് ഇനി ഈ റൂഹുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങളോട് പറയാൻ ആകെ 2 ആ പദങ്ങൾ മാത്രമേ, അതിന്റെ ഒരു വിശദീകരണം കൂടി ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ വിഷയം മലക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ഉണ്ടാകാവുന്ന ചില സംശയങ്ങൾ എനിക്കറിയാം. ആ സംശയങ്ങളും കൂടി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖുർആനിൽ ഉപയോഗിച്ച റൂഹ് എന്നുള്ളത് മരണവേളയിൽ അള്ളാഹു പിടിച്ചെടുക്കുന്ന റൂഹിനെ കുറിച്ചോ, ജനിക്കുമ്പോൾ അള്ളാഹു മനുഷ്യർക്ക് ഊതുന്ന റൂഹിനെ കുറിച്ചോ, ഒരു ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകം എന്നുള്ള ഒരു ലോകത്തെ കുറിച്ചോ, ആദമിന്റെ മുതുകുകളിൽ നിന്ന് അർവാഹുകളെ കയ്യിലെടുത്തു എന്ന് പറയുന്ന ഒരു റൂഹുകളെ കുറിച്ചോ ഒന്നും ഖുർആനിൽ ചർച്ചയില്ല. റൂഹ് എന്ന പദത്തിന്റെ ബഹുവചനം പോലും ഖുർആനിലില്ല. നേരെ മറിച്ച് നെഫ്സ് ഉണ്ട്, അതിന്റെ ബഹുവചനമായ അൻഫുസ് ഉണ്ട്. മരണവേളയിൽ അള്ളാഹു പിടിച്ചെടുക്കുന്നത് വല്ലാഹു യതവഫൽ അൻഫുസ, മനസ്സുകളെയാണ്, നെഫ്സുകളെയാണ്
അള്ളാഹു പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ അൻഫുസ് എന്താണ് എന്ന് നമുക്ക് വിശദീകരിക്കേണ്ടി വരും. പക്ഷെ ആ പദം മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ വിഷയവുമായി ഇനി നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.